أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الحمد لله رب العالمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما نافعا رزقا طيبا ولو تقبل آمين يا رب العالمين اللهم صل على محمد وعلى آل محمد. എനിക്ക് തോന്നുന്നു നമ്മുടെ ഗ്രൂപ്പില് ഇന്ന് കുറെ ആളുകള് ലിങ്ക് മാറി കേറാൻ നോക്കുന്നുണ്ട് തോന്നുന്നു. അല്ലെങ്കിൽ 130 ആളുകൾ ഉണ്ടാവേണ്ടതാണ്. ആകെ 100 ആൾക്കാരെ കയറിയിട്ടുള്ളൂ. ഒന്നുകൂടി അതിൽ അതോടെ ഒന്ന് മെസ്സേജ് ഇടണം കേട്ടോ മുനീസ്ത. ഇൻഷാ അല്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന് ബദ്റാണ്. ലോക മുസ്ലിങ്ങള് ഇസ്ലാം എന്നത് ഭൂമിയിൽ നടപ്പിലായത്, അതും കൃത്യമായിട്ട് ശരിയായ രീതിയിൽ ഭൂമിയിൽ അള്ളാഹിനെ ആരാധിക്കുന്ന സമൂഹം ഉണ്ടായത് ബദറിന് ശേഷമാണ്. അല്ലായിരുന്നുവെങ്കിൽ ഇസ്ലാം അതുപോലെ തന്നെ ഒരു കാലഹരണപ്പെട്ടു പോകുന്ന ഒരു സമൂഹമായിട്ട് അത് മാറുമായിരുന്നു. എന്നാൽ ബദറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തില് ഇസ്ലാമിനെ നിലനിർത്തി. അതും എങ്ങനെ? മലക്കുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറില് മുസ്ലിങ്ങളെ സഹായിക്കുകയാണ് ചെയ്തത്. മലക്കുകൾ വഴി യുദ്ധം ചെയ്ത യുദ്ധമാണ് ബദർ യുദ്ധം. ഇസ്ലാമിക ചരിത്രത്തിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നൽകിയ ഒരുപാട് ആയത്തുകൾ ഇതിനെ കുറിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻഫാലിൽ പറയുന്നുണ്ട്, ഞാൻ 1000 മലക്കുകളെ തുടർച്ചയായി നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അയക്കും എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് അതിനെ കുറിച്ചിട്ട് എന്താണ് പറയുന്നതെന്ന് വെച്ചാല്, ചില സഹായിബികൾ പറഞ്ഞു എന്ന്, യുദ്ധസമയത്ത് യുദ്ധം നടക്കുമ്പം അവർക്ക് വെള്ള വസ്ത്രം ധരിച്ച കുതിരപ്പുറത്ത് ഉള്ള ആളുകൾ അവർ കണ്ടു എന്ന്. കാരണം പിന്നെ മുസ്ലിങ്ങൾക്ക് എത്രയായിരുന്നു മുസ്ലിങ്ങളുടെ അംഗബലം? ആകെ എത്രയോ കുറച്ച് മുസ്ലിങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാല് അവിടെ തിരിച്ചു അവരെക്കാളും 10 ഇരട്ടി ആളുകളായിരുന്നു എവിടെ വന്നത്? ശത്രുപക്ഷത്ത് വന്നു നിന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് കയ്യിലുണ്ടായിരുന്നത് എത്രയോ കുറഞ്ഞ ആയുധങ്ങളും അതുപോലെ തന്നെ അവരുടെ കയ്യില് എത്രയോ കുറച്ച് കുതിരകളും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അതിനെ കുറിച്ച് പറയുന്നത് എന്താന്ന് വെച്ചാല്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതായത് കുതിരകൾ 2 കുതിരകളായിരുന്നു ഉണ്ടായിരുന്നത്. ആകെ 2 കുതിരകളും അതുപോലെ തന്നെ ഏകദേശം 70ഓളം ഒട്ടകങ്ങളുമായിട്ടാണ് മുസ്ലിങ്ങള് യുദ്ധത്തിൽ പങ്കെടുത്തത്. 313 ആളുകളും. ഓക്കെ, എന്നാൽ ഖുറൈശികൾ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാല്, അതായത് ഈ എതിർ സൈന്യത്തിൽ എങ്ങനെയായിരുന്നു വെച്ചാല് 1000ഓളം ആളുകൾ അണിനിരന്നൊരു യുദ്ധമായിരുന്നു. അതും അത്രയും കഴിവുള്ളവരായിരുന്നു അവർ. ഓക്കെ, ഉണ്ടാകാനുണ്ടായ കാരണം എന്താന്ന് വെച്ചാല്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ദുൽമു സഹിക്കാൻ പറ്റാഞ്ഞിട്ട്, അതായത് മക്കയിൽ ദുൽമു സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ആളുകളെ അതായത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ കാണുന്നിടത്ത് വെച്ചൊക്കെ ഉപദ്രവിക്കുക. അതും അടിമകളായിരിക്കുന്ന ആളുകളൊക്കെയാണ് മുസ്ലിങ്ങളായിരുന്നു മാറിയിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അടിമകളൊക്കെ ഇട്ടിട്ട് കൊല്ലാക്കൊല ചെയ്യായിരുന്നു അവിടുത്തെ ഖുറൈശി സമൂഹം മുസ്ലിമായി എന്നതിന്റെ പേരിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് അവിടെയുള്ള എല്ലാ മുസ്ലിങ്ങളുടെയും ഒരേ സ്വരത്തിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സഹായം തേടലായിരുന്നു. റസൂലെ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അത്രയും പ്രയാസപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് കരഞ്ഞു പറയുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് അവിടുന്ന് പലായനം ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് അവര് മദീനയിലേക്ക് വരുന്നത്. മദീനയിലേക്ക് വന്നിട്ട് 2 വർഷം കഴിയുമ്പോഴാണ് ബദർ സംഭവിക്കുന്നത്. അതായത് മദീനയിൽ വന്നിട്ടും അവരെ സമാധാനത്തിൽ ജീവിക്കാൻ വിടൂല ഖുറൈശികൾ. അവരെ എല്ലാ സ്ഥലത്തുനിന്നും അവരെ പ്രയാസപ്പെടുത്തും. അവിടെയും പ്രയാസപ്പെടുത്തുകയാണ്. അവർക്ക് പുറത്തു പോയിട്ട് ഒരു കച്ചവടം നടത്താൻ പറ്റുന്നില്ല. എവിടെ ചെന്നാലും അവരെ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കുക. അവരുടെ കുടുംബങ്ങളെ മക്കയിൽ ഉപദ്രവിക്കുക. അവര് വന്നവരെ, മദീനയിലേക്ക് വന്നവരെ അവിടെ വെച്ചിട്ട് ഉപദ്രവിക്കുക. അങ്ങനെ അവർക്ക് നിക്കക്കള്ളി ഇല്ലാഞ്ഞിട്ട് വേറൊരു നിവർത്തി ഇല്ലാഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്?
അവര് ആയുധെടുക്കുന്നത്. അല്ലാതെ മുസ്ലിങ്ങൾ എന്തെങ്കിലും കേൾക്കുമ്പോത്തിന് പെട്ടെന്ന് ആയുധെടുത്ത് ആളുകളെ കൊല്ലാൻ വേണ്ടി നടക്കുന്ന ഒരു സമൂഹമേ അല്ല മുസ്ലിം സമൂഹം. ഇസ്ലാമിക ചരിത്രത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയും ക്ഷമയെ പഠിപ്പിച്ചതിന് ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തത്? അള്ളാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള കൽപ്പന കൊടുത്തത്. അതും 624 ഹിജ്റിന്റെ പിന്നെ ഹിജ്റിന്റെ 2-ാമത്തെ വർഷം, അതായത് പിന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നതിന്റെ 2-ാമത്തെ വർഷമാണ്. റമദാൻ 17-നാണ് ബദർ എന്ന സ്ഥലത്ത് വെച്ചിട്ട് ഈ യുദ്ധം നടക്കുന്നത്. ഓക്കെ, അതായത് പിന്നെ കാഫിലക്കൂട്ടം വരുന്നുണ്ട്. അതായത് കാഫില എന്ന് പറഞ്ഞാൽ വ്യാപാരത്തിന് വേണ്ടിയിട്ട് ആളുകൾ വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പം മുസ്ലിങ്ങള് അവരെ തടയാൻ വേണ്ടിയിട്ട് പിന്നെ പുറപ്പെടുകയാണ്. അതായത് അവര് ഈ പിന്നെ കച്ചവട സാധനങ്ങളുമായിട്ട് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ ഇനിയും ഉപദ്രവിക്കും എന്നതുകൊണ്ട് അവരെ തടയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. അങ്ങനെ അത് തടയാൻ വേണ്ടിയിട്ട് അവർ ചെന്നപ്പോഴാണ് അതാണ് പിന്നീട് എന്തായത്? യുദ്ധമായിട്ട് മാറുന്നത്. ഓക്കെ, അങ്ങനെ ആ യുദ്ധത്തിൽ പങ്കെടുത്തപ്പം അതിലെ പിന്നെ ഖുറൈശികളുടെ സമൂഹത്തിന്റെ നേതാവായിട്ടുണ്ടായിരുന്നത് അബൂജഹലായിരുന്നു. ആ അബൂജഹലിന്റെ വീടാണ് ഇന്ന് നമ്മള് മക്കയില് കാണുന്ന പിന്നെ ടോയ്ലറ്റ് വെച്ചിരിക്കുന്ന സ്ഥലം എന്നാണ് പറയുന്നത്. അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവില് അവന്റെ ദുൽമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതീകമാക്കി വെച്ചത് അവിടെയാണ്. ദുനിയാവിലെ ജനങ്ങൾക്ക് ടോയ്ലറ്റ് ആയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വീടിനെ വെച്ചു കൊടുത്തത്. അപ്പൊ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും അവന്റെ ആ ദുൽമിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പിന്നെ കാണിച്ചു തരുന്നത് മനുഷ്യർക്ക്. അപ്പൊ യുദ്ധത്തില് ആദ്യം തുടങ്ങിയത് 3 പേരായിരുന്നു എന്നാണ്. അതായത് 3 പേര് കൂടിയ രണ്ട് സംഘങ്ങളിൽ നിന്നും 3 പേര് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മല്ലയുദ്ധമാണ് ആദ്യം നടത്തിയത്. ആ മല്ലയുദ്ധത്തില് മുസ്ലിങ്ങള് എന്ത് ചെയ്തു? മുസ്ലിങ്ങൾ ജയിച്ചു. മുസ്ലിങ്ങൾ ജയിച്ചപ്പം അതായത് തുടക്കം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഖുറൈശികളിൽ നിന്ന് ഒരു വലിയ കാഫിലക്കൂട്ടം, അതായത് വ്യാപാര കൂട്ടം വരുന്നുണ്ട്. സിറിയയിൽ നിന്ന് മക്കയിലേക്ക് കടന്നു വരുന്നുണ്ട്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള വ്യാപാരക്കൂട്ടം വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുടെ അടുത്ത് പറയാണ്, അവരുടെ സമ്പത്ത് നമ്മൾ പിടിച്ചെടുക്കുകയാണ്. കാരണം മക്കയിൽ നമ്മുടെ സമ്പത്ത് പിടിച്ചെടുത്തവരാണ് അവര്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ജീവിക്കാൻ സമ്പത്ത് കൂടിയേ മതിയാവും. നമ്മുടെ സമ്പത്തുകളൊക്കെ മക്കയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നവരാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കച്ചവടത്തിൽ നിന്ന് അവർ കൊണ്ടുവരുന്നതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് അവരെ തടയാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അങ്ങനെ 313 സഹാബികളുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുകയാണ്. ഓക്കെ, അതാണ് ഒരു യുദ്ധമായിട്ടല്ല അത് തുടങ്ങിയത്. അത് ശരിക്കും മുസ്ലിം ഉമ്മത്തിന് ജീവിക്കാനുള്ള മാർഗം കണ്ടെത്താൻ വേണ്ടിയിട്ട് സമ്പത്ത് അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. മക്കയിൽ മുസ്ലിം സമൂഹത്തിന്റെ സമ്പത്ത് മുഴുവൻ തടഞ്ഞു വെച്ചത് കൊണ്ട് തന്നെ അവര് കച്ചവടം കഴിഞ്ഞു വരുമ്പോൾ കിട്ടുന്ന ആ ഒരു മുതല് അത് വേണം അത് എടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്. അങ്ങനെ അതിനു വേണ്ടിയിട്ട് അവര് പുറപ്പെട്ടതായിരുന്നു. ഓക്കെ, അങ്ങനെ അവിടെ എത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹം വരുന്നുണ്ടെന്ന് അറിഞ്ഞതോട് കൂടിയിട്ട് പിന്നെ മക്കയിൽ നിന്ന് ഒരു വലിയ സൈന്യത്തെ അയക്കുകയാണ് മുസ്ലിങ്ങൾക്കെതിരായിട്ട്. അങ്ങനെയാണ് അത് യുദ്ധമായിട്ട് മാറിയത്. ഓക്കെ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ദുആ ചെയ്ത ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവേ, ഈ ചെറിയ സംഘത്തെ നീ സഹായിക്കുന്നില്ലെങ്കിൽ ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ ഇനി ആരും ഉണ്ടാവില്ല. കാരണം മുസ്ലിം സമൂഹം ഒന്നിച്ചാണ് അവിടെ പോയി നിൽക്കുന്നത്. അപ്പൊ അപ്പുറത്ത് ആരാണ്? 1000-ഓളം വരുന്ന സംഘമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉറപ്പാണ് എന്താണ് സംഭവിക്കുക? ഇനി യുദ്ധം ചെയ്തിട്ട് പിന്നെ വിജയിക്കാനൊന്നും പറ്റില്ല. യുദ്ധം ചെയ്തിട്ട് ആ 1000-ഓളം വരുന്ന സംഘത്തെ ജയിച്ചടക്കാനൊന്നും ഒരാളെ കൊണ്ടും പറ്റില്ല. ആ ഒരു ചെറിയ സംഘത്തിന് 313 ആളുകൾ, അതും കയ്യിൽ എന്താണുള്ളത്? മുറിഞ്ഞ വാളും ഇതൊക്കെയാണ് ഉള്ളത്. അവരെന്തിനാ വന്നത്? അവര് യുദ്ധം ചെയ്യാൻ വന്നതല്ല. അവര് ആ കാഫില കൂട്ടത്തിൽ നിന്ന് അവര് അവിടെ പിന്നെ കച്ചവട സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് വന്നവരാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നത്? ആകെ രണ്ട് കുതിര ഉണ്ടായിരുന്നു, 70ഓളം ഒട്ടകം ഉണ്ടായിരുന്നു. അവർ നടന്നു വന്ന ആ ഒരു ഒട്ടകം ഉണ്ട്, അതേ ഉണ്ടായിരുന്നുള്ളൂ. അതും എങ്ങനെയാണ് ക്ഷീണിച്ച് അവശരായ ഒട്ടകവും അതുപോലെ തന്നെ കുതിരകളൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവരൊരു യുദ്ധസന്നാഹത്തോടു കൂടി വന്ന പിന്നെ സഹാബികളല്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുട്ടുകുത്തി ഇരുന്ന് ദുആ ചെയ്യുന്നു, അള്ളാഹുവേ നീ ഈ ചെറുസംഘത്തെ സഹായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ആരാധിക്കാൻ ഇനി ദുനിയാവില് ആരുണ്ടാവില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം, ആ സമയത്ത് എന്തായിരിക്കും അവരുടെ മനസ്സിന്റെ അവസ്ഥ എന്ന്. അത്രയും പ്രയാസപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തോളിൽ കടന്ന തുണി പോലും താഴത്ത് വീഴുന്നു. അത്രയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ അത്രയും ഭയന്നുകൊണ്ടാണ്. കാരണം സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് ഇപ്പൊ ആലോചിച്ചാൽ മനസ്സിലാവും. കാരണം അത്രയും ആളുകള് അപ്പുറത്ത് സംഘമായിട്ട് വന്ന് നിൽക്കുമ്പം ഇവിടെ ഒന്നുമില്ലാത്ത ആളുകള്, ഉടുതുണി പോലും ഇല്ലാത്ത ആളുകൾ. ഉടുതുണി ഇല്ല എന്ന് പറഞ്ഞാല് ഒരു തുണി കൊണ്ടാണ് അവര് ശരീരം മുഴുവൻ മറച്ചിരുന്നത് എന്നാണ്. അത്രയും പാപ്പരായിട്ടുള്ള സമൂഹമായിരുന്നു മുസ്ലിം സമൂഹം. ഒന്നുമില്ലാതെ നിൽക്കുകയാണ്. കാരണം ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യുന്ന വരുമ്പോ തന്നെ അറിയാലോ നമ്മൾ ആ നാട്ടില് എങ്ങനെയായിരിക്കും നിൽക്കുക എന്നുള്ളത്. അവിടുന്ന് കിട്ടിയ അവര് കൊടുത്ത ദയോട് കൂടി കൊടുത്ത കുറെ വസ്തുക്കൾ മാത്രമായിരിക്കും അവർക്ക് ഉണ്ടായിട്ടുണ്ടാവുക. അവരാണ് ഈ 2ാം വർഷേ ആയിട്ടുള്ളൂ, വന്നിട്ട് 2 വർഷേ ആയിട്ടുള്ളൂ. അപ്പോത്തിന് സ്വത്തും മുതലും ഉണ്ടാക്കി വലിയ ആളുകളായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ക്ഷീണിച്ച അവശരായിട്ടുണ്ടാവും. അവർക്ക് വേറൊരു ഒരു മാർഗം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവര് ആ ഒരു കച്ചവട സംഘത്തിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ജീവിക്കാനുള്ള മാർഗമാകും എന്നതുകൊണ്ടാണ് അവര് അതിനു വേണ്ടിയിട്ട് പുറപ്പെട്ടവരാണ്, യുദ്ധത്തിനും അല്ല പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു നമ്മള് വിചാരിക്കുന്നത് പോലെ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ വാളെടുത്ത് കൊടിയും പിടിച്ച് പോയ ഒരു യുദ്ധമേ അല്ല. അങ്ങനെയല്ല യുദ്ധങ്ങളൊന്നും നടന്നിട്ടുള്ളത്. ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നടന്ന ഒരു ഒരു അള്ളാഹിനോട് ചോദിച്ച ഒരു കാരുണ്യായിരുന്നു അത്. അതായിരുന്നു എന്തായത്? ബദർ യുദ്ധം എന്ന പേരിൽ നമ്മൾ ഇന്ന് കേൾക്കുന്ന ബദർ യുദ്ധം. അതിന് ഇന്ന് കാണുന്ന രീതിയിൽ കൊട്ടും പാട്ടും ആഭാസത്തിനും എല്ലാം അതിന് അള്ളാഹുവിനോടുള്ള നന്ദിയാണ് നമ്മൾ കാണിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദിയുള്ളവരും വിനയമുള്ളവരുമായിട്ട് അള്ളാഹുലേക്ക് മടങ്ങേണ്ട ഒരു ദിവസമാണ് ബദറിന്റെ ഇന്നത്തെ ദിവസം. ഒരിക്കലും അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു അത്ഭുതങ്ങൾ നടന്നത് അത് യുദ്ധത്തിന് പോയി മലക്കുകൾ ഇറങ്ങി അത്ഭുതം നടത്തിയതൊന്നല്ല. അവിടെ ആ 313 ആളുകള് അവിടെ ഒറ്റപ്പെട്ടപ്പം 1000ഓളം വരുന്ന സൈന്യങ്ങൾക്ക് നടുവില് 313 ആളുകൾ ഒറ്റപ്പെട്ട് നിന്നപ്പം അള്ളാഹുവിന്റെ സഹായം മലക്കളുടെ രൂപത്തിൽ വന്നതാണ്. അപ്പം ഈ ഒരു സഹായം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനില് ആയത്തിറങ്ങാണ്, നിന്നെ ഞാൻ 1000ഓളം മലക്കുകളെ വെച്ച് ഞാൻ നിന്നെ സഹായിച്ചാൽ പോരെയോ റസൂലേ എന്ന് ചോദിക്കുന്നതാണ്. അങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് ധൈര്യം കിട്ടുന്നത്. അല്ലായിരുന്നെങ്കിൽ അവരവിടെ വീണു പോകുമായിരുന്നു. അവിടെ വീണു പോകുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അവർക്ക് ആ ധൈര്യത്തോട് കൂടിയിട്ട് അവര് അതിലേക്ക് ഇറങ്ങിയത് അങ്ങനെയാണ്. മുസ്ലിങ്ങളിൽ നിന്ന് 3 ആളുകള് ആദ്യം ഇറങ്ങുകയാണ് ചെയ്തത്. ശത്രുക്കളിൽ നിന്നും 3 ആളുകള്. അവര് തമ്മില് മല്ലയുദ്ധമാണ് ആദ്യം നടന്നത്. മല്ലയുദ്ധത്തില് മുസ്ലിങ്ങൾ ജയിക്കുകയാണ് ചെയ്തത്. അലി റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു, ഉബയ്യത്ത് റളിയല്ലാഹു അൻഹു, ഇവര് 3 പേരുമായിരുന്നു മുസ്ലിങ്ങളായിട്ട് അവര് മല്ലയുദ്ധത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയത്. പിന്നെ അതിനുശേഷം ഇതില് മുസ്ലിങ്ങള് വിജയിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഒരു വലിയ യുദ്ധത്തിലേക്ക് അത് മാറുന്നത്. ഓക്കെ, അതിന്റെ ആ യുദ്ധത്തിന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് ഖുറൈശികളില് 70 ആളുകളെ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. ഓക്കെ, 70 ആളുകളാണ് കൊല്ലപ്പെട്ടത്. 70 പേര് തടവുകാരാവുകയാണ് ചെയ്തത്. ബാക്കിയുള്ളവര് തിരിഞ്ഞു ഓടിപ്പോവുകയാണ് ചെയ്തത്. അതിന്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ യുദ്ധത്തിൽ തന്നെ അബൂജഹല് മരണപ്പെടുന്നുണ്ട്. കൊല്ലപ്പെടുന്നതും ഈ യുദ്ധത്തിലാണ് അബൂജഹല്. അപ്പം ഈ യുദ്ധത്തില് പങ്കെടുത്ത സഹാബികളെയാണ് എന്ത് പറഞ്ഞത്? അഹ്ലുൽ ബദർ എന്ന് പറയുന്നത്. അഹ്ലുൽ ബദർ, ബദറിലെ
സമൂഹമാണ് അവർ. ഓക്കെ. അഹ്ലുകാരാണ്, ബദറിലെ അഹ്ലുകാരാണ് അവർ. ഓക്കെ. അവർക്കാണ് ഖുർആനിലും ഇസ്ലാമിലും ഒക്കെ ഏറ്റവും ഉയർന്ന സ്ഥാനം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ബദറിൽ ബദറിൽ പങ്കെടുത്ത ഒരു സഹാബിയായിരുന്നു, പിന്നെ നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നോ, ഏഹ് പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ പിന്നെ അപവാദം പറഞ്ഞവരിൽ ഒരാളുണ്ടായിരുന്നു. പിന്നെ അവര് ബദറിൽ പങ്കെടുത്ത സഹാബിയായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ഒന്നും പറയാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചില്ല എന്ന്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ബദറിലുള്ളവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ തിന്മകളും മായ്ച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറയാനോ സംസാരിക്കാനോ അനുവദിച്ചില്ല എന്ന്. അത് പറഞ്ഞിട്ട് പോലും, ആ അപവാദം പറഞ്ഞിട്ട് പോലും ആ സഹാബിനെ വിട്ടുകളയുകയാണ് ചെയ്തത്. കാരണം അദ്ദേഹത്തിന് അതായത് ബദറിൽ പങ്കെടുത്ത സഹാബികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തതും ആ ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം കൊടുത്തതും. ഞാൻ 1000 മലക്കുകളെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി അയക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയും അങ്ങനെ ആ ധൈര്യത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും യുദ്ധം തുടങ്ങുന്നത്. ഓക്കെ. യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. ഓക്കെ. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹദീസ് വഴി പറഞ്ഞിട്ടുണ്ട്, ബദറിൽ പങ്കെടുത്തവരെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ബദറിൽ പങ്കെടുത്തവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും ഒരു ഇസ്ലാമിക ചരിത്രത്തില് യുദ്ധം ചെയ്ത് ഒരു യുദ്ധമല്ലത്. യുദ്ധത്തില് അവരറിയാതെ പോയി പെട്ടുപോയതാണ്. അല്ലായിരുന്നുവെങ്കിൽ അവരൊരിക്കലും യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടൂല. 1000 ആളുകൾ വരുന്ന ഒരു ഒരു പിന്നെ ഒരു ഇതിലേക്ക്, ഒരു കൂട്ടത്തിലേക്ക് ഒരിക്കലും 313 മുർസലുകള് ഒരിക്കലും പൊട്ടിയ വാളുമായിട്ട് കയറി ചെല്ലൂല. ഒരാളും ചെയ്യൂല അത്. അങ്ങനെയുള്ള വിഡ്ഢിത്തരൊന്നും ആരും ചെയ്യൂല. പക്ഷെ ഇത് അവര് അവിടെ പോയി പെടുകയാണ്. പെട്ടതോട് കൂടിയിട്ട് പിന്നെ അവിടെ യുദ്ധം നടക്കും എന്നായപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യുകയും അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഇറക്കുകയാണ് ചെയ്തത്. ഓക്കെ. അപ്പം പിന്നെ ഇതില് ഒരുപാട് മുഅ്ജിസത്തുകൾ നടന്നൊരു യുദ്ധം കൂടിയാണ് ബദർ യുദ്ധം. ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു, മലക്കുകൾ ഇറങ്ങി എന്നുള്ളത്. ഓക്കെ. രണ്ടാമത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ പറയുന്നുണ്ട്, അതായത് നീ എറിഞ്ഞപ്പോൾ നീയല്ല എറിഞ്ഞത്, അള്ളാഹു ആണ് എറിഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അതായത് എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഒരു പിടി മണ്ണ് ഭൂമിയിൽ നിന്ന് എടുത്തിട്ട് ഖുറൈശികളുടെ അടുത്തേക്ക് എറിഞ്ഞു. 1000-ഓളം ആളുകളുണ്ടല്ലോ. അപ്പൊ അങ്ങനെ എറിഞ്ഞ സമയത്ത് ഒരു പിടി മണ്ണ് കയ്യിൽ എടുത്തിട്ട് എറിയാണ് ചെയ്തത്. ആ എറിഞ്ഞപ്പം അത് എല്ലാ മണ്ണും അവരുടെ ഖുറൈശികളുടെ കണ്ണുകളിലേക്ക് പോയി വീണു എന്നാണ്. എല്ലാ ഖുറൈശികളുടെയും കണ്ണിൽ അത് പെട്ടു എന്നാണ്. അങ്ങനെ ചരിത്രത്തിൽ അങ്ങനെയാണ് പറയുന്നത്, അവരുടെ മുഖത്തേക്ക് ആ മണ്ണെത്തി എന്നാണ്. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നീ എറിഞ്ഞപ്പോ നീയല്ല എറിഞ്ഞത്, അള്ളാഹു ആണ് എറിഞ്ഞതെന്ന്. അതുകൊണ്ടാണ് ആ 1000-ഓളം ആളുകളുടെ കണ്ണുകളിലേക്ക് ആ മണ്ണ് എത്തിയത്. അതൊരു മൂജിസത്താണ് അല്ലേ. ഒരിക്കലും ഒരാള് മണ്ണെറിഞ്ഞെന്ന് വിചാരിച്ചിട്ടൊന്നും എല്ലാവരുടെ കണ്ണിലേക്കും എത്തുന്നില്ല. അത് അള്ളാഹു എത്തിച്ചാൽ മാത്രമേ എത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അള്ളാഹുവിൽ നിന്ന് മാത്രം വന്ന മൂജിസത്തായിട്ട് മനുഷ്യന് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒരു അത്ഭുതമായിട്ട് അത് ഇന്നും അവശേഷിക്കുന്നു. ഓക്കെ. രണ്ടാമത്തെ കാര്യം, ശത്രുക്കളുടെ കണ്ണിൽ മുസ്ലിങ്ങള് ഒരുപാടായിട്ട് തോന്നി എന്നാണ്. ഓക്കെ. ഒരുപാടായിട്ട് തോന്നി എന്നാണ്. അത് ഖുർആനിൽ എങ്ങനെയെന്ന് പറയുന്നത് വെച്ചാൽ, അള്ളാഹു യുദ്ധത്തിൽ ഓരോരുത്തർക്കും മറ്റവരെ വ്യത്യസ്തമായി കാണിച്ചു എന്നാണ്. ഹിജ്ർ രണ്ടാമത്തെ വർഷത്തിലാണ് ഇത് നടക്കുന്നത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ അള്ളാഹു യുദ്ധത്തിൽ എല്ലാവർക്കും മറ്റുള്ളവരെ കൂടുതലായിട്ട് കാണിച്ചു കൊടുത്തു. അതായത് ശത്രുക്കളുടെ മുന്നില് മുസ്ലിങ്ങളെ ഇരട്ടിയായിട്ട് കാണുകയാണ് ചെയ്തത്. ഓക്കെ. അതുകൊണ്ടാണ് ശത്രുക്കൾക്ക് മനോവീര്യം കുറഞ്ഞു പോയത്. കാരണം അതുവരെ അവർ വിചാരിച്ചത് അവരാണ് കൂടുതൽ എന്നാണ്. പക്ഷെ അവരുടെ ധൈര്യം ചോരാന് കാരണമായത് ശത്രുക്കള്, അതായത് മുസ്ലിം സമൂഹം അവിടെ നിന്നത് ഒരുപാടായിട്ട് അവർക്ക് തോന്നുകയാണ് ചെയ്തത്. ഓക്കെ. അതുപോലെ തന്നെ നാലാമത്തെ ഒരു അത്ഭുതം നടന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, യുദ്ധത്തിനിടെ ആകാശത്ത് നിന്ന് പല ശബ്ദങ്ങളും വന്നു എന്നാണ്.
റക്സീം ഖൈസും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ശബ്ദം വന്നു എന്നാണ്. ഇതൊക്കെ മലക്കുകള് തമ്മിൽ വിളിക്കുന്ന ശബ്ദമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഓക്കെ, മലക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന ശബ്ദങ്ങളാണ് പിന്നെ അക്സിംന്നും ഹൈസും എന്നൊക്കെ പറയുന്നതൊക്കെ എന്നാണ് പറയുന്നത്. അപ്പം ആകാശത്ത് നിന്ന് പല പല വിചിത്ര ശബ്ദങ്ങളും കേൾക്കുന്നുണ്ടായിരുന്നു എന്നാണ് യുദ്ധസമയത്ത്. ഓക്കെ, അപ്പം ഇതാണ് വേറൊരു മുജിസത്തായിട്ടുള്ളത്. അഞ്ചാമത്തെ ഒരു കാര്യമുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തപ്പം പിന്നെ ഉടൻ തന്നെ മറുപടി കിട്ടിയെന്നാണ്. ആ ദുആക്ക് അപ്പൊ തന്നെ മറുപടി ഇറങ്ങുകയാണ് ചെയ്തത്. അതായത് ഒരു അസറിന്റെ സമയത്തായിരുന്നു യുദ്ധത്തിന് വേണ്ടിയിട്ട് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള പിന്നെ യുദ്ധത്തിന് മുമ്പായിട്ടുള്ള ദുആ ചെയ്തത്. അങ്ങനെ തന്നെ അപ്പൊ തന്നെ അള്ളാഹുൽ നിന്ന് ആ അനുഗ്രഹം ഇറങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ള മലക്കുകളുമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെ സഹായിച്ചത് എന്നുള്ളതാണ്. മറ്റൊരു അത്ഭുതം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 313 ആളുകളേ ഉള്ളൂ, 1000-ഓളം ഖുറൈശി സൈന്യം. ഒരിക്കലും സാധ്യതയില്ലാത്ത വിജയം, പക്ഷെ മുസ്ലിം സൈന്യം വിജയിച്ചു എന്നുള്ളത് അള്ളാഹുവിന്റെ സഹായമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ അടയാളമാണെന്നാണ്. അതായത് ഖുറൈശി സൈനികർ പറയാറുണ്ടായിരുന്നു എന്ന്, അതായത് അവരെ കാണാത്ത ആരൊക്കെയോ അവരെ അടിക്കുന്ന പോലൊക്കെ ഒരു ഫീൽ അവർക്ക്. അവര് കാണുന്നൊന്നുമില്ല, പക്ഷെ അവരെ പിന്നിൽ നിന്നൊക്കെ ആരൊക്കെയോ അടിക്കുന്ന പോലൊക്കെ ആയിരുന്നു അവർക്ക്. ഇത് മലക്കുകൾ ആക്രമിച്ചതാണ് എന്നാണ് ചരിത്രം കൊണ്ട് പറയുന്നത്. ഓക്കെ, ഇതാണ് പിന്നെ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹീതമായ ബദർ യുദ്ധം. ഇതൊരിക്കലും ഒരു കച്ചവട ചരക്കോ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് കാണുന്ന പിന്നെ ഇന്റെ മഹല്ലിൽ ഇന്റെ പള്ളിയിലാണ് ഇതിന്റെ ഏറ്റവും വലിയ പിന്നെ ആഘോഷം നടക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആഘോഷ പ്രകടനങ്ങളോ ഒന്നുമല്ല. നമ്മളെ ആ ഒരു വിനയത്തിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥ കാണിക്കേണ്ട ഒരു ദിവസമാണിത്. കാരണം നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങള് ഭൂമിയിൽ നടക്കാന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരിച്ചാൽ നടക്കും എന്നുള്ളത് നമ്മൾ അള്ളാഹ് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കുന്നതിന്റെ മുകളിലാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം എന്നുള്ളത് അള്ളാഹ് പഠിപ്പിക്കുകയാണ്. ഓക്കെ, ബദറിലെ ഏറ്റവും വലിയ പാഠം എന്താണ്? അള്ളാഹുല് തവക്കൽ ഉണ്ടെങ്കിൽ എന്താണ്? വിജയം ഉറപ്പാണ് എന്നുള്ളതാണ്. ഇതാണ് ബദർ. നമ്മൾ എപ്പോഴും നമ്മൾ സങ്കടപ്പെടുന്ന ഒരു ഭാഗമാണിത്. ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഭാഗമാണ് ബദർ എന്ന് പറയുന്നത്. ഒരിക്കലും നമുക്ക് അതൊരു ചിരിച്ചുകൊണ്ടോ ഒരു കഥ പറയുന്ന ലാഘവത്തോടെയോ ഒന്നും കേൾക്കാൻ പറ്റുന്ന ഒരു കഥയല്ല ബദർ എന്ന് പറയുന്നത്. അത്രയും പ്രയാസത്തിന്റെ മുകളിൽ പ്രയാസം അനുഭവിച്ച് നിന്ന ഒരു സമൂഹത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചതാണ് എന്ത്? ബദർ. അല്ലാതെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട സഹാബികളായിരുന്നില്ല അത്. അവരുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവര് ഓടിച്ചെന്നതായിരുന്നു കച്ചവട സംഘത്തിന്റെ അടുത്തേക്ക്. പക്ഷെ ശത്രുക്കള് അവരെ വട്ടം ചുറ്റി. അപ്പൊ അവർക്ക് യുദ്ധം ചെയ്യല്ലാതെ നിവർത്തിയില്ല. എങ്ങനെ യുദ്ധം ചെയ്യും? യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് അവർക്കറിയാം. പക്ഷെ അവരവിടെ വെച്ച് നശിപ്പിച്ചു കളഞ്ഞാല് ഇനിയൊരു മുസ്ലിം സമൂഹം അല്ലെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു ഭൂമി ഉണ്ടാവില്ല റബ്ബേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാണ്. അങ്ങനെയാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? അവിടെ യുദ്ധത്തിന് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഇറക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് അവർ യുദ്ധം ചെയ്തിട്ടുണ്ടാവുക. കാരണം ഒരിക്കലും അല്ലാതെ അവർക്ക് യുദ്ധം ചെയ്യാനുള്ള ധൈര്യം കിട്ടൂല. ശത്രുക്കൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിന്നു കൊടുക്കുക എന്നുള്ളതല്ലാതെ അവർക്കൊരിക്കലും യുദ്ധം ചെയ്യാന് കഴിയില്ല. കാരണം അവരെ കയ്യിൽ ആകെ പൊട്ടിയ വാളുകളൊക്കെ ഇരുന്നുണ്ടായിരുന്നതെന്നാണ്. അപ്പൊ അതുകൊണ്ട് അവരെങ്ങനെ ഒരു ശത്രുവിനെ നേരിടും? അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ വഴി ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു നേതാവ് എന്നാ പറയുന്നത്. അങ്ങനെ ഈ യുദ്ധം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നടത്തിയത്. അതുകൊണ്ടാണ് ഇന്ന് മുസ്ലിം എന്ന് പറയുന്ന നമ്മളൊക്കെ ഇന്ന് നിലനിൽക്കുന്നത്. മുസ്ലിം എന്ന് പറയുന്ന സമൂഹം ഇന്ന് ദുനിയാവിൽ നിലനിൽക്കുന്നത് അവരുടെ ആ കണ്ണുനീരാണ്. അവരുടെ ആ മുട്ടുകുത്തി നിന്നുള്ള പ്രാർത്ഥനയാണ് ഇന്ന് നമ്മളെന്ന് പറയുന്ന ഈ മുസ്ലിം സമൂഹം. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു പിന്നെ ബിരിയാണി വെച്ചിട്ടും നെയ്ച്ചോറ് വെച്ചിട്ടും ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഒരു സംഭവമേ അല്ല ബദർ.
നമ്മൾ അള്ളാന്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് ദുആ ചെയ്യേണ്ട ദിവസമാണ് ബദ്ർ. അന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് അള്ളാഹ് എന്ന് വിളിക്കുന്ന അള്ളാഹ് ആരാണെന്ന് അറിയാനുള്ള ഒരു 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 സ്ഥലം ഉണ്ടാവുമായിരുന്നില്ല. നമുക്ക് അള്ളാഹ് എന്ന് വിളിക്കാൻ, ആരാണ് അള്ളാഹ് എന്ന് പറയാൻ പോലും നമുക്ക് അറിയുമായിരുന്നില്ല. നമ്മള് വെറും വിഡ്ഢികളും മണ്ടന്മാരുമായിട്ട് നമ്മൾ ദുനിയാവിൽ ജീവിച്ചു പോയിട്ടുണ്ടാവും. ഇന്ന് ഇത്രയും ബുദ്ധിയോട് കൂടിയിട്ടും ചിന്തിക്കാനുള്ള കഴിവോട് കൂടിയിട്ടും നാളെ പരലോകമുണ്ടെന്ന് അറിയുകയും അള്ളാഹു എന്ന് പറയുന്നത് എൻ്റെ റബ്ബാണെന്ന് അറിയുകയും ചെയ്യുന്ന ഇന്നത്തെ നമ്മുടെ ഈ സമൂഹം, ഇത്രയും അറിവും വിജ്ഞാനവുമുള്ള ഒരു സമൂഹം ഇന്ന് ദുനിയാവിൽ നിലനിന്നിട്ടുണ്ടെങ്കിൽ അന്ന് അവര് അവിടെ ആ 1000-ഓളം വരുന്ന ആളുകൾക്കിടയിൽ നിന്ന ആ ഒരു പാവപ്പെട്ട ഒരു സമൂഹം, 313 മുർസലുകളുടെ കണ്ണുനീരാണ് ഇന്ന് കാണുന്ന ഈ ലോകത്ത് കാണുന്ന സകല മുസ്ലിങ്ങളും ഇന്ന് അതുകൊണ്ടുണ്ടായതാണ്. അവര് നിന്ന ആ കണ്ണുനീരിലാണ് നമ്മളൊക്കെ ഇന്ന് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഇന്നത്തെ ദിവസത്തെ ഓർക്കേണ്ടത് ആ ഒരു ദിവസം അവർ നിന്നത് എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ചിട്ടാണ്. നമ്മൾ എത്രത്തോളം അവർക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നുള്ളതും അവരുടെ സകല പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തു എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ ഇന്ന് ആ ഒരു ദിവസത്തെ വെച്ച് നോക്കിയാൽ മനസ്സിലാവും. അവരുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് നമുക്കൊക്കെ കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതാണ് ബദർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അവർക്കൊക്കെ നാളെ പരലോകത്തെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് ചേരാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മള് ക്ലാസ്സിലേക്ക് പോവാണ് കേട്ടോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സൂറത്തുൽ അഹ്സാബ്. ഓക്കെ, നമ്മള് സൂറത്തുൽ അഹ്സാബ് സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ അഹ്സാബില് 24-ാമത്തെ ആയത്തിലായിരുന്നു പറഞ്ഞു നിർത്തിയത്. അൽഹംദുലില്ലാ. നമ്മൾ ഖന്തക്ക് യുദ്ധത്തിനെ കുറിച്ചായിരുന്നു പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞ ഖന്തക്ക് യുദ്ധമാണത്. അതായത് അവരെ പിന്നെ ഖന്തക്കിൽ വെച്ചിട്ട് പിന്നെ ചുറ്റും ഇതേപോലെ തന്നെ മറ്റൊരു യുദ്ധ സമാനമായിട്ടുള്ള പ്രതീതി ഉണ്ടാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാറ്റയച്ചിട്ട് അവരെ ശത്രുക്കളെ അവിടെ നിന്ന് ഓടിച്ച ഒരു യുദ്ധമായിരുന്നു. യുദ്ധം എന്ന് പറയാൻ പറ്റില്ല, യുദ്ധം ചെയ്തിട്ടില്ല, മുസ്ലിങ്ങൾ ആയുധം എടുത്തിട്ടില്ല, പക്ഷെ ശത്രുക്കൾ ഭയന്ന് വിറച്ച് ഓടിപ്പോയ യുദ്ധമായിരുന്നു ഖന്തക്ക് യുദ്ധം. ഓക്കെ, ആ ഖന്തക്ക് യുദ്ധം മദീനയെ ഉപരോധിക്കുകയാണ് ചെയ്തത്. അവര് ചുറ്റും സൈന്യങ്ങളുമായിട്ട് വന്നിട്ട് മദീനയെ ഉപരോധിക്കുകയാണ് ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളും വയറില് കല്ല് വെച്ച് കെട്ടിക്കൊണ്ട് മദീനക്ക് ചുറ്റും അവര് പിന്നെ കിടങ്ങ് കുഴിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ഇന്നും ഉണ്ട് അത് ഖന്തക്കിന്റെ സ്ഥലം. ഇന്നും നമുക്ക് കാണാൻ കഴിയും. ഇന്നും എത്രയോ 1400 വർഷങ്ങൾക്ക് ശേഷവും ആ കുഴിയുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അത്രയും വലിയൊരു കുഴിയായിരിക്കും അവർ കുഴിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ശത്രുക്കൾക്ക് ചാടിക്കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, കുതിരക്ക് ചാടിക്കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും വലിയൊരു കുഴികളായിരുന്നു അവര് കുഴിച്ചത് മദീനക്ക് ചുറ്റും. അതും പിന്നെ കഴിക്കാൻ ഭക്ഷണം ഇല്ലാതെ വിശന്നുകൊണ്ട് ആയിരിക്കുന്ന, സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് വയറില് കല്ല് വെച്ച് കെട്ടിക്കൊണ്ടായിരുന്നു
സഹാബികള് ഈ ഒരു കിടങ്ങ് കുഴിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് കവിത ചൊല്ലുകയും സഹാബികൾ അത് ഏറ്റു ചൊല്ലുകയും ചെയ്തതൊക്കെ പല പിന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത് അത്രയും ആ ഒരു പ്രയാസത്തിന്റെ മുകളിൽ പ്രയാസം നിൽക്കുന്ന സമയത്താണ് ഇതേപോലെ ഒരു ഉപരോധം സംഭവിക്കുന്നത്. അങ്ങനെ ആ ഉപരോധത്തില് പിന്നെ അവസാനം അവര് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഭയപ്പെടുത്തുകയും ഒരു രാത്രിയില് അവരെ ഭയപ്പെടുത്തുകയും അങ്ങനെ അവര് അവിടെ നിന്ന് തിരിച്ച് ഓടുകയാണ് ചെയ്തത്. ഓക്കെ. അങ്ങനെ ഈ ഒരു ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുങ്കാറ്റും കാണപ്പെടാത്ത മലക്കുകളെയും നിയോഗിച്ചത് വഴിയാണ് മുസ്ലിങ്ങൾക്ക് ഈ യുദ്ധം വിജയിച്ചത് എന്നാണ് പറയുന്നത്. അതായത് കൊടുങ്കാറ്റടിച്ചു എന്നാണ് ആ രാത്രിയില്. അതുപോലെ തന്നെ മലക്കുകൾ ഇറങ്ങി ശത്രുക്കളെ മുഴുവനും ഭയപ്പെടുത്തി എന്നാണ്. അങ്ങനെയാണ് അവര് തിരിച്ചു ഓടുന്നത്. അവര് വിചാരിച്ചത് എന്താ, മുസ്ലിങ്ങള് അവരെ രാത്രിയിലെ ഇരുട്ടില് യുദ്ധം ചെയ്തു എന്നാണ് അവര് വിചാരിച്ചത്. പക്ഷെ അത് അങ്ങനെയല്ല സംഭവിച്ചത്. മുസ്ലിങ്ങള് ആയുധം എടുത്തിട്ടുണ്ടായിരുന്നില്ല, മലക്കുകളായിരുന്നു അവിടെ ഇറങ്ങിയത് എന്നുള്ളതാണ് ഖുർആനിലൂടെ കാണിക്കുന്നത്. ഓക്കെ. അങ്ങനെ പിന്നീട് ഒരിക്കലും മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ ഖുറൈശികൾക്ക് ധൈര്യം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. അതിനുശേഷം ഖുറൈശികൾ പിന്നീട് മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ അതിന് ശേഷം വരുന്ന വേറൊരു കഥയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ശേഷം പറയുന്നത് 26-ാമത്തെ ആയത്ത് മുതൽ. ഓക്കെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 24 മുതൽ തന്നെ ഞാൻ പിന്നെ അതിന്റെ അർത്ഥം പറയാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സത്യവാന്മാർക്ക് തങ്ങളുടെ സത്യസന്ധതയ്ക്കുള്ള പ്രതിഫലം അല്ലാഹു നൽകുവാൻ വേണ്ടി അവർ ഉദ്ദേശിക്കുന്ന പക്ഷം കപടവിശ്വാസികളെ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുകയോ ചെയ്യാൻ വേണ്ടി തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. സത്യനിഷേധികളെ അവരുടെ ഈർഷ്യയോടെ തന്നെ അല്ലാഹു തിരിച്ചയക്കുകയും ചെയ്തു. യാതൊരു ഗുണവും അവർ നേടിയില്ല. സത്യവിശ്വാസികൾക്ക് അല്ലാഹു യുദ്ധത്തിന്റെ ആവശ്യമില്ലാതാക്കി. അല്ലാഹു ശക്തനും പ്രതാപിയുമാകുന്നു. ഇതാണ് ഖന്തക് യുദ്ധത്തിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അതിനുശേഷം വേദക്കാരിൽ നിന്ന് അവർക്ക് സത്യനിഷേധികൾക്ക് പിന്തുണ നൽകിയവരെ അവരുടെ കോട്ടകളിൽ നിന്ന് അവൻ ഇറക്കി വിടുകയും അവരുടെ ഹൃദയങ്ങളിൽ അവൻ ഭയം വിട്ടുകൊടുക്കുകയും ചെയ്തു. അവരിൽ ഒരു വിഭാഗത്തെ നിങ്ങൾ അതാ കൊല്ലുന്നു, ഒരു വിഭാഗത്തെ നിങ്ങൾ തടവിലാക്കുകയും ചെയ്യുന്നു. അവരുടെ ഭൂമിയും വീടുകളും സ്വത്തുക്കളും നിങ്ങൾക്ക് മുമ്പ് കാലെടുത്ത് വെച്ചിട്ടില്ലാത്ത ഒരു ഭൂപ്രദേശം നിങ്ങൾക്ക് അവൻ അവകാശപ്പെടുത്തി തരികയും ചെയ്തു. അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. ഓക്കെ. ഇതാണ് ആ ഭാഗം. ഓക്കെ. അതായത് ബനു ഖുറൈദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗോത്രം ഉണ്ടായിരുന്നു. ഓക്കെ. യഹൂദികളായിരുന്നു അവര്. ഓക്കെ. അവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ സഖ്യമുണ്ടായിരുന്നു എന്നാണ്. ഈ പിന്നെ അന്നത്തെ കാലഘട്ടത്തില് അടുത്തടുത്ത് ഗോത്രങ്ങളായിട്ട് ആളുകൾ താമസിക്കുന്നുണ്ടാവും. അപ്പൊ അവര് പരസ്പരം സഖ്യം ചെയ്യും. അതായത് സമാധാന കരാറുണ്ടാക്കും. കാരണം അവർക്കിടയിൽ യുദ്ധം പാടില്ല, അവർക്കിടയിൽ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ തമ്മിൽ എപ്പോഴും സമാധാന കരാറുണ്ടാക്കുന്നു. അവിടുന്ന് ഇങ്ങോട്ടോ ഇവിടുന്ന് അങ്ങോട്ടോ ഒന്നും ഉപദ്രവിക്കുകയില്ല എന്നുള്ളത് ആണ് സമാധാന കരാറുണ്ടാക്കും. ഓക്കെ. അപ്പം ഇതിന് അവര് എന്ത് പിന്നെ അവര് ഈ ഒരു ഗോത്രം എന്ത് ചെയ്തു, അവര് കരാർ ലംഘിക്കുകയാണ് ചെയ്തത്. ഓക്കെ. അപ്പം പിന്നെ ഈ കരാർ ലംഘിക്കുകയും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടരെയും പിന്നെ നശിപ്പിക്കാൻ വേണ്ടി പിന്നെ അവര് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെ പിന്നെ ഈ കഥ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് മദീനക്കും ഖുറൈള എന്ന് പറയുന്ന അവിടെ സ്ഥലത്തിന്റെ ഇടയിൽ കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. അങ്ങനെ പിന്നെ ഖുറൈളക്ക് നേരെ പോകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകി. അതായത് ഖന്തക് യുദ്ധം കഴിഞ്ഞു, അതിനുശേഷം അവിടുന്ന് ആ വഴിയിലൂടെ പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. ഓക്കെ. അങ്ങനെ ബനു ഖുറൈളയിൽ വെച്ചല്ലാതെ ആരും അസ്ർ നമസ്കരിക്കരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്.
അതായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ മദീനയിലേക്ക് പിന്നെ ഖുറൈശികൾ വന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടി വരുമ്പം അവരെ തടയാൻ വേണ്ടിയിട്ട് അവരെ ഖന്തക്കിന്റെ അവിടെ വന്നിട്ട്, അതായത് മദീനയിലേക്ക് കടക്കുന്ന വഴിയാണ് ഖന്തക്ക്. അപ്പൊ അവിടെ വന്നിട്ട് അവര് പിന്നെ കിടങ്ങ് കുഴിക്കുകയും അങ്ങനെ ആ രാത്രിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഈ എന്താ പറയാ പിന്നെ കൊടുങ്കാറ്റടിപ്പിച്ച് അവരെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ് ചെയ്യുക. അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പുറപ്പെടാൻ പറയാണ്. എന്നിട്ട് അസർ നമസ്കരിക്കാന് ഇന്ന സ്ഥലത്തെത്തണം, അത് കഴിഞ്ഞിട്ടല്ലാതെ ആരും, അവിടെ വെച്ചിട്ടല്ലാതെ ആരും അസർ നമസ്കരിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വഹി കൊടുത്തനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുകയാണ്. ഓക്കെ, അങ്ങനെ വഴിമദ്യന്റെ അടുത്തെത്തിയപ്പം വഴിമധ്യേ അസറിന്റെ സമയം വന്നു എന്നാണ്. അപ്പം സഹാബികളിൽ ചിലര് വഴിക്ക് വെച്ച് അവിടെ വെച്ച് പിന്നെ നിസ്കരിച്ചു, സമയമായപ്പോൾ നിസ്കരിച്ചു. മറ്റൊരു കൂട്ടർ എന്ത് ചെയ്ത് അവിടെ എത്തിയതിനു ശേഷം, എവിടെയാണോ സ്ഥലത്ത് എത്താൻ പറഞ്ഞത് അവിടെ എത്തിയതിനു ശേഷമാണ് നമസ്കരിച്ചത്. ഓക്കെ, പിന്നെ പക്ഷെ രണ്ട് കൂട്ടരെ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആക്ഷേപിച്ചിട്ടൊന്നുമില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചത് എന്തോ അത് പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും ഹൈറ് എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുകയും കൂടിയാണ് അള്ളാഹുവിന്റെ റസൂൽ ചെയ്യുന്നത്. കാരണം നമ്മൾ ഹദീസുകളിൽ പലതും കാണും അല്ലെ, നമ്മൾ എല്ലാതും നമ്മൾ ഹദീസാണ് ഹദീസാണ് ഹദീസാണെന്ന് പറയും. ഒരു കൂട്ടർ ഹദീസ് അനുസരിച്ച് തന്നെ ചെയ്യും, മറ്റൊരു കൂട്ടർ ഹദീസ് അനുസരിച്ചൊന്നും ജീവിക്കുന്നില്ല. അവർക്ക് ആ ഹദീസ് ഹദീസ് മാത്രമാണ്. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ചെയ്യാതാ നല്ലത്, ചെയ്തിട്ടില്ലെങ്കിൽ നല്ലത്, അങ്ങനെയാണ് മറ്റു കൂട്ടർക്ക്. രണ്ടു കൂട്ടരോടും അതില് ചെയ്യാത്തവർക്ക് ആക്ഷേപമൊന്നുമില്ല. പക്ഷെ അവർ ആരായിരിക്കും ഏറ്റവും ഉത്തമര്? നമ്മളോട് തന്നെ ചോദിച്ചു നോക്കി, ആരായിരിക്കും ഏറ്റവും ഉത്തമര്? ഹദീസ് ഫോളോ. അനുസരിച്ചവരായിരിക്കും അല്ലെ? അതെ, അനുസരിച്ചവരായിരിക്കും ഏറ്റവും ഉത്തമര് എന്ന് കരുതി മറ്റവരെ നമ്മൾ എന്തെങ്കിലും പറയേണ്ടതുണ്ടോ? ഇല്ല, നമ്മൾ പറയേണ്ടതില്ല. അവര് ഭയങ്കര കടുംപിടുത്തക്കാരാണ്, പിന്നെ അവര് ഭയങ്കര പിന്നെ കുറെ പിന്നെ എക്സ്ട്രീം ആയിട്ടാണ് നടക്കുന്നത്, അങ്ങനെ നമ്മൾ പറയാൻ പാടുണ്ടോ? അതും പറയാൻ പാടില്ല. ഇത് അനുസരിക്കാത്തവരുടെ ഒരു സ്ഥിരം സ്വഭാവമാണ്. അനുസരിക്കുന്നവരെ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അനുസരിക്കുന്നവരെ അവരൊരു എക്സ്ട്രീമിസം ആയിട്ട് കാണുക, താടി വളർത്തുന്നത്, അതുപോലെ തന്നെ ഞെരിയാണിക്ക് മുകളിൽ പിന്നെ വസ്ത്രം ധരിക്കുന്നത്, ഇതുപോലെയുള്ള പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുന്ന മാതിരി നടക്കുന്ന ആളുകളെ, ആ ഒരു രീതിയിൽ തന്നെ ചിന്തിക്കുന്ന ആളുകൾ, അവരൊക്കെ എക്സ്ട്രീമിസം ആയിട്ട് പല ആളുകളും കാണാറുണ്ട് ഇന്നത്തെ കാലത്ത്. പക്ഷെ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിച്ചു തരികയാണ്. അതേസമയം ചെയ്യാത്തവർക്ക് ചെയ്യുന്നതാണ് ഹൈർ എന്നുള്ളത് ഒരു ആഹ്വാനം കൂടിയാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നത്. ഓക്കെ, അപ്പൊ നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞു, വഴിയിലൊന്നും നിസ്കരിക്കണ്ട, നിങ്ങൾ അവിടെ എത്തിയതിനു ശേഷം നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഒരു കൂട്ടർ വഴിയിൽ വെച്ചിട്ട് തന്നെ വേഗം നിസ്കരിച്ചു, മറ്റൊരു കൂട്ടർ അവിടെ എത്തിയതിനു ശേഷം നിസ്കരിച്ചു. നമ്മൾ ഹജ്ജിന് പോയാൽ ഇതുപോലത്തെ അവസരങ്ങൾ നമുക്ക് ഒരുപാടുണ്ട്. പിന്നെ നമ്മള് പിന്നെ 3 ദിവസം താമസിക്കണം പിന്നെ എന്നൊക്കെ പറയുമ്പം അവിടെ 2 ദിവസം താമസിച്ചിട്ട് പോരുന്നവരുണ്ട്, 3 ദിവസം തന്നെ താമസിച്ചിട്ട് പോരുന്നവരുണ്ട്. അപ്പൊ 2 ദിവസം താമസിച്ചിട്ട് 3 ദിവസം താമസിച്ചവരെ അധിക്ഷേപിക്കേണ്ടതില്ല, 2 ദിവസം താമസിച്ചവരെ 3 ദിവസം താമസിച്ചവരെയും അധിക്ഷേപിക്കേണ്ടതില്ല. പക്ഷെ ഏറ്റവും ഹൈർ എന്തായിരുന്നു? 3 ദിവസം താമസിച്ചിട്ട് വരുന്നതായിരുന്നു. അത് പിന്നീട് ഇവർക്ക് ഖേദകരമാവുകയും ചെയ്യും. ഈ പിന്നെ ഹജ്ജിന് പോയ ആളുകൾക്ക് അറിയുന്നുണ്ടോ, ഓർമ്മ വരുന്നുണ്ടാവും ആ ദിവസങ്ങള്. അപ്പൊ ആ 2 ദിവസം മുമ്പ് താമസിച്ചു വന്നത് ഇന്നും അവരുടെ മനസ്സിൽ ആ ഓരോ ദിവസം കൂടി താമസിച്ചാൽ മതിയായിരുന്നു എന്നുള്ളൊരു ചിന്ത അവരുടെ ജീവിതകാലം മുഴുവനും ഉണ്ടാവും. ഹജ്ജിന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളൊരു അവസ്ഥയാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് ചെയ്താൽ മതിയായിരുന്നു എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ റസൂൽ എന്താണോ കൽപ്പിച്ചത് അത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അക്ഷരം പ്രതി അനുസരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അതിന്റെ ഉദ്ദേശശുദ്ധി അതാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും ഹുറൈലയിൽ എത്തി. അവിടെ എത്തിയപ്പോത്തിന് യഹൂദികൾ എന്ത് ചെയ്തു? ഭയപ്പെട്ട് കോട്ടകളിൽ അഭയം പ്രാപിച്ചു എന്നാണ്. അതായത് ആദ്യം പറഞ്ഞല്ലോ, ഒരു അടുത്തുണ്ടായിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു, അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് പിന്നെ ബയ്യത്ത് ചെയ്തവരായിരുന്നു. പക്ഷെ പിന്നീട് അവരെന്ത് ചെയ്തു? മുസ്ലിങ്ങൾക്കെതിരെ അവര് ഓരോ യുദ്ധം ചെയ്യലും ഇതൊക്കെ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ നേരിടാന് ആണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടുന്ന് പോകുമ്പോൾ, ഖന്തക്കിൽ നിന്ന് പോകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. അങ്ങനെ അവിടെ എത്തിയപ്പം അവിടെ യഹൂദികളൊക്കെ എന്ത് ചെയ്തു? അവരൊക്കെ കോട്ടക്കുള്ളില്
താമസാക്കിയെന്നാണ്. അവര് പുറത്തേക്ക് വരാതെ പേടിച്ചിട്ട് അവര് അതിൻ്റെ ഉള്ളിൽ ഒളിച്ചു എന്നാണ്. അങ്ങനെ മുസ്ലിങ്ങൾ എന്ത് ചെയ്തു, അവിടെ 25 ദിവസത്തോളം അവിടെ ആ കോട്ടനെ ഉപരോധിച്ചു എന്നാണ്. കോട്ടയ്ക്ക് ചുറ്റും മുസ്ലിങ്ങൾ എന്ത് ചെയ്തു, അവിടെ നിൽക്കാൻ തുടങ്ങി. കാരണം ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ കോട്ടയ്ക്കുള്ളിലല്ലേ, അപ്പൊ ഉള്ളിൽ നിന്ന് ഇവരെ ആക്രമിക്കും. അപ്പൊ ഉള്ളിലേക്ക് കയറാതെ പുറത്ത് 25 ദിവസത്തോളം മുസ്ലിങ്ങൾ കോട്ടയെ ഉപരോധിച്ചു എന്നാണ്. അങ്ങനെ യഹൂദികൾക്ക് പുറത്തിറങ്ങാനും പറ്റുന്നില്ല. അങ്ങനെ യഹൂദികള് പ്രയാസത്തിലായി എന്നാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വീണ്ടും ബയ്യത്ത് ചെയ്യാമെന്നും അനുസരിക്കാമെന്നും അങ്ങനെ അവര് പിന്നെ നിയമം അവരെ വീണ്ടും ബയ്യത്ത് ചെയ്യുകയും അങ്ങനെ കോട്ടയിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു എന്നാണ്. അങ്ങനെ പുറത്തു വന്നപ്പം സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കുക. അതായത് ഇടയിൽ നിൽക്കാൻ ഒരു പിന്നെ മീഡിയേറ്റർ വേണമല്ലോ. അങ്ങനെ അവര് പറയുന്ന കാര്യം ഞങ്ങൾ അംഗീകരിക്കാമെന്ന് അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയാണ്. അതായത് മധ്യസ്ഥം നിൽക്കാൻ ഇന്ന ആളെ വെക്കാൻ അവര് പറയുകയാണ്. അങ്ങനെ പിന്നെ സഅദ് ശരിക്കും അവരുടെ ഗോത്രത്തിലെ പിന്നെ നേതാവായിരുന്നു എന്നാണ്. അതായത് ഖുറൈദ സംഖ്യമുണ്ടായിരുന്ന ഔസ് ഗോത്രത്തിലെ നേതാവായിരുന്നു സഅദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അവര് അദ്ദേഹത്തെയാണ് മധ്യസ്ഥനാക്കാന് പറഞ്ഞത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ സമ്മതിക്കുകയും അങ്ങനെ പിന്നെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് സമ്മതിക്കുകയാണ്. അങ്ങനെ പിന്നെ ഈ പിന്നെ സഅദ് റളിയല്ലാഹു അൻഹു അങ്ങനെ തീരുമാനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുദ്ധപ്രായമായവരൊക്കെ വധിക്കുക. സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ഒന്നും ചെയ്യാതിരിക്കുക, സ്വത്തുകളൊക്കെ മുസ്ലിങ്ങൾക്ക് അധീനമാക്കുക. അങ്ങനെ ഇവരിൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും വിധി ഇത് തന്നെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി എന്നാണ്. അങ്ങനെ അവരിലെ പിന്നെ യുദ്ധത്തിന് പ്രായമായ ആളുകളൊക്കെ വധിക്കുകയും കുട്ടികളെയും സ്ത്രീകളെയും വെറുതെ വിടുകയും സ്വത്തുക്കളൊക്കെ മുസ്ലിങ്ങളെ അധീനപ്പെടുത്തുകയാണ് ചെയ്തത്. അവിടെ വെച്ചിട്ട് ഈ വിധി അള്ളാഹ് കൽപ്പിച്ച വിധിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിന്റെ അടുത്ത് സമ്മതിക്കുകയും ചെയ്തു എന്നാണ്. മുആദായിരുന്നു അവർക്കിടയില് മധ്യസ്ഥം നിന്നത് എന്നാണ്. കാരണം ഒന്നായിട്ട് ആ സമൂഹത്തെ നശിപ്പിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. പക്ഷെ അവിടെ ചെന്നപ്പം അവര് മധ്യസ്ഥം വെക്കുകയാണെങ്കിൽ വെക്കാൻ പറഞ്ഞു. അവര് അങ്ങനെ മധ്യസ്ഥം വെക്കുകയും അങ്ങനെ അതിലെ പിന്നെ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾ അവരെ മുഴുവനും കൊല്ലുകയാണ് ചെയ്തത്. ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് കോപ്പ് കൂട്ടിയ ഇവർക്ക് സഹായം ചെയ്തു കൊടുത്ത ആളുകളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കൊന്നുകളയാന് കൽപ്പിക്കുകയാണ് ചെയ്തത്. അതായത് യഹൂദികൾ അത് സമ്മതിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. കാരണം അത്രത്തോളം അവർ ഭയപ്പെട്ടു പോയി എന്നാണ്. 25 ദിവസത്തോളം അവരെ മുഴുവനും ഉപരോധിക്കുകയാണ് ചെയ്തത്. എല്ലാവരും കൊല്ലപ്പെടുന്നതിനേക്കാളും നല്ലത് അതിലെ പിന്നെ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളെ അവര് പൂർണ്ണമായിട്ടും കൊല്ലാന് വിട്ടുകൊടുത്തു എന്നാണ്. അതിനുശേഷമാണ് അവരെ പിന്നെ അവിടെ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ വിട്ടുകൊടുത്തത് എന്നാണ്. ഇത് മുസ്ലിങ്ങൾക്ക് കൊടുത്ത അള്ളാഹുവിന്റെ അനുഗ്രഹം കൂടിയായിരുന്നു എന്നാണ്. അതാണ് നിങ്ങൾ കാലെടുത്ത് ചവിട്ടിയിട്ടില്ലാത്ത ഭൂമി അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അനുവദനീയമാക്കി കൊടുത്തു എന്ന് പറയുന്നത് ഖൈബറിനെ കുറിച്ചാണെന്ന് പറയുന്നുണ്ട്. ഇത് അതല്ലാന്നും പറയുന്നുണ്ട്. അള്ളാഹു ആലം. എന്തായാലും പിന്നെ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബികൾക്കും അവിടെയുള്ള പിന്നെ അവിടുത്തെ സ്വത്തുക്കളൊക്കെ മുസ്ലിങ്ങൾക്ക് കുറച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു കൊടുത്തു. അങ്ങനെയാണ് മുസ്ലിങ്ങൾ എന്താവാൻ തുടങ്ങിയത്, കുറച്ചൊരു ശക്തിപ്പെടാൻ തുടങ്ങിയത്. അതുവരെ മുസ്ലിങ്ങൾ പറ്റെ തകർന്നു പോയ ഒരു സമൂഹമായിട്ടായിരുന്നു നിന്നിരുന്നത്. അതായത് പിന്നെ അതിനുശേഷം സ്വത്ത് മുതൽ കിട്ടിക്കഴിഞ്ഞപ്പം അവിടെ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാര് പിന്നെ തർക്കിക്കുകയാണ്.
തർക്കത്തിന് വരികയാണ്. അതായത് അള്ളാഹുവിന്റെ റസൂലെ, റോമയിലെയും കൈസറിന്റെയും പേർഷ്യയിലെയും പെൺമക്കൾക്ക് ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, വേലക്കാർ, ഭൃത്യന്മാർ എന്നിവയെല്ലാം ഉണ്ട്. ഞങ്ങളുടെ ഇല്ലായ്മയും വല്ലായ്മയും അങ്ങേക്കറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര് പിന്നെ അതിൽ നിന്ന്, അതായത് ഈ യുദ്ധമുതലിൽ നിന്ന് അവർക്കും അനുവദിച്ചു കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അങ്ങനെയാണ് അത് സംഭവിച്ചതിന്റെ കഥയാണ് പിന്നീട് പറയുന്നത് കേട്ടോ. അഹ്സാബ് യുദ്ധത്തിന് ശേഷം സംഭവിച്ചൊരു സംഭവമാണ് ഇവിടെ ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇതൊക്കെ വേറെ വേറെ സംഭവങ്ങളാണ് കേട്ടോ. 28-ാമത്തെ ആയത്ത്, നബിയെ നിന്റെ ഭാര്യമാരോട് നീ പറയുക. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര് പിന്നെ എല്ലാവർക്കും പിന്നെ സ്വത്തുക്കളും പിന്നെ ഭൃത്യന്മാരും പിന്നെ പിന്നെ ആഭരണങ്ങളും ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഇത് അനുവദിച്ചു തരണം. നിങ്ങൾക്ക് കിട്ടുന്ന, യുദ്ധത്തിൽ നിന്ന് കിട്ടുന്ന മുതലിൽ നിന്ന് ഞങ്ങൾക്കും എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞിട്ട് ഭാര്യമാര് പറയുന്ന ഒരു സന്ദർഭം ചരിത്രങ്ങളിലുണ്ട്. പിന്നെ അത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് കഥകൾ അതിന്റെ പിന്നിൽ വേറെ നടന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിറങ്ങുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാല്, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, നബിയെ നിന്റെ ഭാര്യമാരോട് നീ പറയുക, ഐക്യ ജീവിതവും അതിന്റെ അലങ്കാരവുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ വരൂ. ഐഹിക ജീവിതവും അതിന്റെ അലങ്കാരവുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ വരൂ. നിങ്ങൾക്ക് ഞാൻ ജീവിത വിഭവം നൽകുകയും ഭംഗിയായ നിലയിൽ ഞാൻ നിങ്ങളെ മോചിപ്പിച്ചയച്ചു തരികയും ചെയ്യും. അതായത് അവരെ പിന്നെ തലാക്ക് ചെല്ലാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. ഭൂമിയിലെ അലങ്കാരം ചോദിച്ച അവരെ ഒഴിവാക്കി വിടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. അതായത് അള്ളാഹുവിന്റെ അടുത്തുള്ള അനുഗ്രഹമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ മാത്രം നിങ്ങൾ റസൂലിന്റെ കൂടെ നിന്നാൽ മതി. അല്ലാത്ത ഭാര്യമാരോടൊക്കെ പിരിഞ്ഞു പോകാന് കൽപ്പിക്കാന് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്. അള്ളാഹുവെയും അവന്റെ ദൂതനെയും പരലോക ഭവനത്തെയുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ സദ്വൃത്തരായിട്ടുള്ളവർക്ക് അള്ളാഹു മഹത്തായ പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതായത് ഭൂമിയിലെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഒഴിവാക്കി വിടാന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കണം, ആ ഭാര്യമാര് എങ്ങനെയുള്ളവരായിരിക്കണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് എന്നുള്ളത്. ഭൂമിയിലെ ഒരു അലങ്കാരത്തിനും ആഗ്രഹിക്കാത്ത സ്ത്രീകളെ മാത്രം റസൂലെ നിങ്ങൾ വെച്ചുകൊണ്ടിരുന്നാൽ മതി, ബാക്കിയുള്ളവരെ മുഴുവനും ഒഴിവാക്കി വിടാന് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുകയാണ്. നമ്മളൊക്കെ എന്തായിരിക്കും, നമ്മളൊക്കെ അങ്ങനെ ഒരു ഭാര്യ ആയിരുന്നുവെങ്കിൽ നമ്മളൊക്കെ എവിടെയായിരിക്കും എന്നുള്ളത് നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക. നമ്മൾ സ്വർഗത്തിലെത്തുവോ? നമ്മളിൽ ആരെങ്കിലും സ്വർഗത്തിലെത്തുവോ? ഭൂമിയിലെ അലങ്കാരങ്ങളെ ആഗ്രഹിക്കാത്ത ആരാണ് നമ്മുടെ ഈ കൂട്ടത്തിലുള്ളത്? ഇതെല്ലാവർക്കും ബാധകമല്ല ടീച്ചറെ. ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? അപ്പൊ ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര്. അവരാണ് നമുക്ക് ഉമ്മമാരായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. അവരാണ് സ്വർഗത്തിലെ സ്വർഗീയ സ്ത്രീകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അവരെ കുറിച്ചിട്ട് ഹദീസുകളിലുണ്ട്. പല സ്ത്രീകളെ കുറിച്ചിട്ടും അവരൊക്കെ സ്വർഗത്തില് അവരെ കണ്ടുമുട്ടിയതായിട്ടും അവരുടെ കാലൊച്ച കേട്ടതായിട്ടും അവരെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിക്കപ്പെട്ടതായിട്ടും ഒക്കെ ഹദീസുകളിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരത്രയും ഈ പ്യുവർ ആയതുകൊണ്ടാണ്. ഹദീസിന്റെ ബുക്ക് എവിടെ കിട്ടും? ഈ ഹദീസല്ലുള്ള ബുക്ക് എവിടെയാ കിട്ടുക? അത് നിങ്ങള് പിന്നെ ബുഖാരിയിലുള്ള ഹദീസ് ഗ്രന്ഥം, അതുപോലെ തന്നെ മുസ്ലിം ഹദീസ് ഗ്രന്ഥം തന്നെ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. അതിന്റെ മലയാളം വേർഷന് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കുറേ മുമ്പ് ഞാൻ വായിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴല്ല കേട്ടോ. ഒരു 10-15 എവിടെ വാങ്ങിക്കാൻ കിട്ടും? ബുക്ക് സ്റ്റാളിൽ കിട്ടുമോ? ഉണ്ടാവും. നിങ്ങള് അന്വേഷിച്ച് നോക്കി. അന്ന് എന്റെ കയ്യിലുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല എന്റെ കയ്യില്. എന്താ പേരുണ്ട്? ബുഖാരി മുസ്ലിം എന്ന് ചോദിച്ചാൽ മതി. ഹദീസ് ഗ്രന്ഥങ്ങൾ ഉണ്ടോന്ന് ചോദിച്ചാൽ മതി. മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് കുറേ. അപ്പം അതില് പറയുന്നുണ്ട്. അപ്പം പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയിഷ ബീവിനെ വിവാഹം ചെയ്തു കൊടുക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ പട്ടിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടിട്ടുണ്ട് എന്നാണ്, സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടിട്ടുണ്ടെന്ന്.
അങ്ങനെയാണ് ആയിഷ ബീവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുന്നതൊക്കെ. അപ്പൊ ഇതൊക്കെ പിന്നെ നമ്മള് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരെ സ്വർഗ സ്ത്രീകളാക്കി വെച്ചത് കൊണ്ട് തന്നെയാണ്. സ്വർഗീയ സ്ത്രീകൾ തന്നെ ആയിരുന്നു അവര്. ഭൂമിയിൽ ജീവിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാ സ്ത്രീകളെയും പോലെ ഉള്ള ആഗ്രഹങ്ങൾ അവര് പ്രകടിപ്പിച്ചപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തടയുകയാണ് ഇവിടെ ചെയ്തത്. അങ്ങനെയുള്ള സ്ത്രീകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളെ പിരിച്ചയച്ചേക്ക്. അവർ സ്വർഗമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും പരലോകത്തെയും പകർലോക ഭവനവും അതായത് സ്വർഗവുമാണ് അവർ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ മാത്രം അവരെ നിന്റെ കൂടെ നിർത്തിയാൽ മതി. ബാക്കി അല്ലെങ്കിൽ അവരുടെ നീയത്ത് ശരിയല്ല, അതുകൊണ്ട് അവരെ നീ വിട്ടയച്ചേക്കണം എന്നാണ്. അതായത് നമ്മുടെ നീയത്ത് എന്താണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞതൊക്കെ. പ്രവാചക പത്നിമാരെ നിങ്ങളിൽ ആരെങ്കിലും വ്യക്തമായ നീചവൃത്തി ചെയ്യുന്ന പക്ഷം അവൾക്ക് ശിക്ഷ 2 ഇരട്ടിയായി വർദ്ധിപ്പിക്കപ്പെടുന്നതാണ്. അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ളതുമാകുന്നു. അതായത് ഭൂമിയിലെ മറ്റ് സ്ത്രീകളെ പോലെയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര്. അവര് ഒരു തെറ്റ് ചെയ്താൽ അവർക്ക് 2 ഇരട്ടിയാണ് അവർക്ക് ശിക്ഷ കൊടുക്കേണ്ടതെന്ന്. ഒരാൾക്ക് കൊടുത്ത ഒരു ശിക്ഷയല്ല അവർക്ക് കൊടുക്കേണ്ട, അവർക്ക് 2 ഇരട്ടി ശിക്ഷ കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെറുപ്പിക്കുക അല്ലെങ്കിൽ മഹാപാപങ്ങൾ ചെയ്യുക, ഇതൊക്കെ എന്താണ് അവര് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് 2 ഇരട്ടി ശിക്ഷ കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പം പിന്നെ കാരണം അവരുടെ പദവി എന്ന് പറയുന്നത് അത്രയും ഉയരത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കാണുന്നുണ്ട്, അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരുന്ന വഹി കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യനുണ്ടാകുന്ന വിശ്വാസത്തെ പോലെയല്ല അവരുടെ വിശ്വാസം. അത്രയും ഹയസ്റ്റ് ലെവലിലായിരിക്കും അവരുടെ വിശ്വാസം ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കണ്ടിട്ടും അവർ തിന്മ ചെയ്തു കഴിഞ്ഞാല് അവർക്ക് എന്താണ്, അവർക്ക് 2 ഇരട്ടി ശിക്ഷയാണ് കൊടുക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. ഒക്കെ ചീത്തവൃത്തി എന്ന് പറയുന്നത് വ്യഭിചാരത്തെയും ഒക്കെ ഇതിന്റെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഒക്കെ. അപ്പം ഇത് പിന്നെ നമ്മൾ ക്ലാസ് എത്ര മണി വരെ ഉണ്ടാവും? ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നിങ്ങൾക്ക് വേണ്ടപ്പോൾ നിങ്ങൾക്ക് എക്സിറ്റ് ആവാം. നിങ്ങൾക്ക് റെക്കോർഡിംഗ് വരും, ആ റെക്കോർഡിംഗ് കേൾക്കുക കേട്ടോ. ക്ലാസ്സിന്റെ ഇടയിൽ സംസാരിക്കുന്നത് അത്ര ഹൈറായിട്ടുള്ള കാര്യമല്ല, അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഓക്കെ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഓക്കെ. അപ്പൊ ഈ പിന്നെ ഭൂമിയിലെ സുഖാഡംബരങ്ങള് അതൊക്കെ നിങ്ങൾക്ക് ഒരു സാധാരണ ഒരാൾക്ക് കിട്ടുന്നത് പോലെയല്ല. പിന്നെ പ്രവാചക പത്നിമാർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അവര് സ്വർഗത്തിലെ വിഭവങ്ങളാണ് അവർ ആഗ്രഹിക്കേണ്ടത്. ദുനിയാവിലെ വിഭവങ്ങള് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത് അലങ്കാരം മാത്രമാണ്. അലങ്കാരത്തില് അവരുടെ ഹൃദയം വീണു പോകാൻ പാടില്ല എന്നുള്ളത് കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുന്നത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങളിൽ ആരെങ്കിലും അള്ളാഹുവോടും അവന്റെ ദൂതനോടും താഴ്മ കാണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്ന പക്ഷം അവൾക്ക് അവളുടെ പ്രതിഫലം 2 മടങ്ങായി നാം നൽകുന്നതാണ്. അവൾക്ക് വേണ്ടി നാം മാന്യമായ ഒരു ഉപജീവനം ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. ഓക്കെ. നമുക്കുള്ളതാണത്. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുകയും ഇപ്പൊ താഴ്മ കാണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 ഇരട്ടി പ്രതിഫലം നൽകുന്നതാണ് എന്നാണ്. പ്രവാചക പത്നിമാരെ സ്ത്രീകളിൽ മറ്റുള്ളവരെ പോലെയല്ല നിങ്ങൾ. ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരോടാണ് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല. നിങ്ങൾ സ്ത്രീകൾ സാധാരണ സ്ത്രീകളെ പോലെയല്ല നിങ്ങൾ ധർമ്മനിഷ്ഠ പാലിക്കുന്നുവെങ്കിൽ നിങ്ങൾ അന്യരോട് അനുനയ സ്വരത്തിൽ സംസാരിക്കരുത്. അപ്പോൾ അവരുടെ ഹൃദയത്തിൽ രോഗമുള്ളവന് മോഹം തോന്നിയേക്കാം. ന്യായമായ വാക്ക് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. ജനങ്ങളോട് സംസാരിക്കുമ്പോൾ നമ്മൾ കാണിക്കേണ്ട അദബിൽപ്പെട്ടതാണ്. മറ്റൊരാളോട് പുറത്തു നിന്നുള്ള ഒരു പുരുഷനോട് ഒരു അന്യ ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സ്വരം എന്താക്കാൻ പാടില്ല, ഭംഗിയുള്ളതാക്കിയിട്ട് അവരോട് സംസാരിക്കരുത് എന്നാണ്. നമ്മൾ എത്രയും ശബ്ദമുയർത്തിക്കൊണ്ടും നമ്മൾ അതിന്റെ ആ ഒരു സ്ത്രീകളുടേതായ ഒരു പിന്നെ ഒരു 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 ഭയങ്കര ഒരു സോഫ്റ്റ്നെസ് കാണിച്ചിട്ട് നമ്മൾക്ക് തന്നെ അറിയാം. നമ്മൾ നമ്മുടെ വീട്ടിലെ ഭർത്താക്കന്മാരോട് പറയുന്നത് ഒച്ച വെച്ചിട്ടും ശബ്ദം ഉയർത്തിയിട്ടും ഭയങ്കര ഇതിലൊക്കെ സംസാരിക്കും. പക്ഷെ പുറത്തൊരു അന്യ പുരുഷനോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദം എങ്ങനെയുണ്ടാവുക? നിങ്ങൾ എത്ര ഒരു മാന്യമായിട്ട് അവരോട് സംസാരിക്കല്ലേ, എന്തൊരു നല്ല വർത്താനത്തിൽ അവരോട് പറയാ. അവരോട് സംസാരിക്കുമ്പോഴും ഇതാക്കുമ്പോഴൊക്കെ നമ്മൾ നല്ല മാന്യത കാണിക്കും. എന്നാൽ സ്വന്തം ഭർത്താവിനോട് കാണിക്കുന്നത് അങ്ങനെയാണ്. അത്ര മാന്യമായിട്ടാണ് നിങ്ങൾ സംസാരിക്കുക.
അല്ല. അപ്പൊ അത് തന്നെ എന്താണ്, അതന്നെ ഒരു ചീത്ത സ്ത്രീയുടെ ലക്ഷണമായിട്ടാണ് അത് കാണുന്നത്. കാരണം നല്ല സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പുറത്തുള്ള അന്യ പുരുഷന്മാരോട് ഭയങ്കര നല്ല വാക്കുകൾ, നല്ല അവരൊക്കെ ഒരു ഒരു കുളിർമ തോന്നുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് അവരുടെ ഉള്ളിൽ എന്തുണ്ടാക്കും? അവരുടെ ഉള്ളില് രോഗമുള്ളവന് മോഹം തോന്നും എന്നാണ്. രോഗമുള്ളവന് മോഹം തോന്നും. അതുകൊണ്ടാണല്ലോ ഫോണിൽ കൂടിയൊക്കെ പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഒരു മിസ് കോൾ വരും. എന്നിട്ട് അതില് ഒരു ശബ്ദം ഒന്ന് അങ്ങോട്ട് ഹലോ പറഞ്ഞിട്ടുണ്ടാവും. പിന്നീട് അത് നിരന്തരം ആ കോള് വന്നുകൊണ്ടേയിരിക്കും. പിന്നീട് അത് ഏഹ് ഒരു തിന്മയിലേക്ക്, വലിയൊരു തിന്മയിലേക്കും വ്യഭിചാരത്തിലേക്കും ഒക്കെ പോയി പോകുന്നത് സ്ത്രീകളുടെ ഈ ഒരു കൊഞ്ചിക്കൊഴഞ്ഞുകൊണ്ടുള്ള ഒരു സംസാരം കൊണ്ട് സംഭവിക്കുന്നതാണ് എന്നാണ്. ഓക്കെ. അത് രോഗമുള്ളവന് രോഗം തോന്നിപ്പിക്കും എന്നാണ്. അവന് മോഹം തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സൗണ്ടും സ്വരവും ഒക്കെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളതും. അത് നമ്മളെ വീട്ടില് നമ്മുടെ ഇണയോട് കാണിക്കാനുള്ള ആ ഒരു സ്നേഹത്തിനും ആ ഒരു കാരുണ്യത്തിനും വേണ്ടിയിട്ടാണ് ഇത്രയും നല്ല സ്വരമൊക്കെ നമുക്ക് നൽകിയിട്ടുള്ളത്. അല്ലാതെ അത് അന്യ ആണുങ്ങൾക്ക്, അന്യ പുരുഷന്മാരെ കേൾപ്പിച്ച് അവരുടെ മുന്നിലൊക്കെ നല്ല പിള്ളയാണ് നമ്മളൊക്കെ. നമ്മള് അന്യ ആളുകളുടെ അടുത്തൊക്കെ നല്ല ആളുകളാണ്. സ്വന്തം ഭർത്താവ് പറയണം നമ്മള് നല്ലതാണോ ചീത്തതാണോ എന്നുള്ളത്. ഭർത്താവിനാണ് അറിയുക നമ്മൾ ആരാണെന്നുള്ളത്, നമ്മളെ തനി സ്വഭാവം എന്താണെന്നുള്ളത് ഭർത്താവിന് മാത്രമേ അറിയുള്ളൂ. ഈ വിവാഹബന്ധമൊക്കെ വേർപ്പെടുത്തുന്ന സമയത്ത് പുരുഷന്മാര് പലപ്പോഴും പറയുന്നതാണ്, അവളുടെ തനി സ്വഭാവം നിങ്ങൾ ആരും കണ്ടിട്ടില്ല. മിക്കവാറും ആ ഒരു വിവാഹബന്ധത്തിന്റെ വേർപ്പെടുന്ന സമയത്ത് എല്ലാ പുരുഷന്മാരും പറയുന്ന ഒരു കാര്യമാണ്, അവളെ തനി സ്വഭാവം നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്ന്. കാരണം നമ്മളെ തനി സ്വഭാവം കണ്ടത് അവര് മാത്രമാണ്. അവരുടെ മുന്നിലാണ് നമ്മൾ കാണിച്ചത് നമ്മളെ സ്വഭാവം. ബാക്കിയുള്ളവരുടെ മുമ്പിലൊക്കെ എന്താ, നമ്മള് നല്ല കുട്ടിയാണ്, നല്ല സ്വഭാവമാണ്, നല്ല പക്ക ഡീസന്റ് ആണ്. ശരിക്കും നമ്മുടെ സ്വഭാവം എന്താണെന്നുള്ളത് ആ പുരുഷന് മാത്രമേ അറിയുള്ളൂ. വീട്ടിന്റെ ഉള്ളിലിരിക്കുന്ന അനുഭവിച്ച അവനിക്ക് മാത്രമേ അറിയുള്ളൂ. അവനോട് കാണിച്ച ദുൽമ എന്താന്നുള്ളത് അവനക്ക് അത് കാണിച്ചു കൊടുക്കാനും പറ്റില്ല. കാരണം എന്താണ്, അത് ക്യാമറയിൽ വെക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ. ആ സമയത്ത് അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. പിന്നെ അവന് അത് ആളുകളെ മുന്നിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പം അവളെ എന്തായിരിക്കും ആളുകളുടെ മുന്നിൽ ഏറ്റവും നല്ലവളായിട്ടായിരിക്കും അവളെ കാണിച്ചിട്ടുണ്ടാവുക. കാരണം അവളെ സ്വഭാവത്തിലും അവളുടെ സംസാരവും ഒക്കെ അങ്ങനെയാണ് ആളുകളെ കാണിപ്പിക്കുക. പക്ഷെ അവനാണ് ശരിക്കും അനുഭവിച്ചിട്ടുള്ളത്, അവനാണ് ശരിക്കും അറിഞ്ഞിട്ടുള്ളത് അത്. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നിങ്ങൾ അന്യ പുരുഷന്മാരുടെ മുന്നിൽ പോയിട്ട് നിങ്ങൾ കൊഞ്ചിക്കൊഴയുന്ന വാക്കുകൾ ഉപയോഗിക്കരുത്. അത് നിങ്ങൾ എന്താക്കും, നിങ്ങളെ മറ്റൊരു തിന്മയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്ന് പറയണം. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങി കഴിയുകയും ചെയ്യുക. പഴയ അജ്ഞാന കാലത്തെ സൗന്ദര്യ പ്രകടനം പോലുള്ള സൗന്ദര്യ പ്രകടനം നിങ്ങൾ നടത്തരുത്. നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുകയും ചെയ്യുക. പ്രവാചകന്റെ വീട്ടുകാരെ നിങ്ങളിൽ നിന്ന് മാലിന്യം നീക്കിക്കളയുവാനും നിങ്ങളെ ശരിയായി ശുദ്ധീകരിക്കാനും മാത്രമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അതായത് പ്രവാചകന്റെ ഭാര്യമാരുടെ അടുത്താണ് ഈ പറയുന്നത്. പക്ഷെ അത് എല്ലാ സകല സ്ത്രീകൾക്കുള്ള ഒരു അള്ളാഹുവിന്റെ കൽപ്പന കൂടിയാണ്. ഓക്കെ. നമ്മള് ഒരിക്കലും നമ്മുടെ ഭംഗി, സീനത്ത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ നടക്കരുതെന്ന്. നമ്മളെ പിന്നാലെ ഇബ്ലിസ് വരും. നമ്മളെ പിന്നാലെ എല്ലാ ഷർറുകളും വരും. ഈ ഭംഗി കാണിച്ച് പുറത്ത് ഇറങ്ങി നടക്കുന്ന എല്ലാ സ്ത്രീകളും സിനയുടെ ഒരു അംശം അനുഭവിച്ചിട്ടുണ്ടാവും ജീവിതത്തിൽ. അത് അനുഭവിക്കാതെ അവള് കടന്നു പോകാൻ കഴിയില്ല അവൾക്ക്. സിനയുടെ അംശം അവളുടെ ജീവിതത്തിലൂടെ അത് അവള് അനുഭവിച്ചിട്ടുണ്ടാവും. അത് അവള് ആരടുത്തും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അത് അവളുടെ ജീവിതത്തിൽ കടന്നു വന്ന് അവള് കടന്നു പോയിട്ടുണ്ടാവും അത്. കാരണം സിന എന്ന് പറയുന്നത് അത് പിന്നെ ഗുഹ്യസ്ഥാനങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല സിന. നമ്മുടെ കണ്ണുകൊണ്ട് സിന സംഭവിക്കും, കൈകൾ കൊണ്ട് സിന സംഭവിക്കും, നമ്മുടെ ഹൃദയം കൊണ്ട് സിന സംഭവിക്കും. അറ്റ് എൻഡ് മാത്രമാണ് എന്താവുന്നത്, ഗുഹ്യസ്ഥാനങ്ങൾ അതിനെ അനുസരിക്കുകയാണ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ കണ്ണിന്റെ, നമ്മുടെ കൈകളുടെ, നമ്മുടെ പ്രവർത്തനങ്ങളുടെ ലാസ്റ്റില് ശരീരം അത് അനുസരിക്കുകയാണ് ചെയ്യുക എന്ന് പറയുന്നത്. സിന എന്ന് പറയുന്നത് ആരും വിചാരിക്കേണ്ട അത് കിടപ്പറയിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് സിനയായിട്ട് വരുള്ളൂ. അല്ല, സിന ഹൃദയം കൊണ്ട് വരുന്നുണ്ട്. സ്റ്റാർട്ടിങ് വരുന്നത് ഒരിക്കലും ഒരു ശാരീരിക ബന്ധത്തിലല്ല സിന സംഭവിക്കുന്നത്.
സ്റ്റാർട്ടിങ് അതിന്റെ എത്രയോ മുമ്പ് നടന്നു തുടങ്ങിയിട്ടുണ്ടാവും. അതിന്റെ തുടക്കം പല 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 വഴികളിലൂടെ വന്ന് 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 അതിന്റെ എൻഡിങ് മാത്രമാണ് എന്താവുന്നത്, ശാരീരിക ബന്ധം എന്നുള്ള ലെവലിലേക്ക് എത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ള ആ ശാരീരിക ബന്ധം നടന്നാൽ മാത്രമേ അള്ള ശിക്ഷിക്കുള്ളൂ എന്ന് ആരും വിചാരിക്കണ്ട. സിനന്റെ പല വകഭേദങ്ങളും നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോയി കഴിഞ്ഞിട്ടാണ് അവസാനം അതിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ അടുത്തേക്ക് പോലും നിങ്ങൾ പോകരുതെന്നാണ്. വ്യഭിചാരത്തിന്റെ അടുത്തേക്ക് പോലും നമ്മൾ പോകാൻ പാടില്ല എന്ന്. അതുകൊണ്ടാണ് നമ്മുടെ സീനത്ത് എപ്പോഴും എന്താക്കുക, നമ്മളിൽ ഒതുക്കി നിർത്താൻ നമ്മൾ പരമാവധി ശ്രമിക്കുക. അറിയാതെ സംഭവിച്ചു പോകുന്നത് വേറെ കാര്യം. പക്ഷെ അറിഞ്ഞുകൊണ്ടാണ് മിക്കവാറും സിന നടക്കുന്നത്. ഭംഗി കാട്ടി പുറത്തിറങ്ങി നടന്നിട്ട് തന്നെയാണ് സിനയിലേക്ക് നമ്മൾ എത്തുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കൊഞ്ചിക്കുഴഞ്ഞിട്ടുള്ള സംസാരം കൊണ്ട് തന്നെയാണ് സിനയിലേക്ക് എത്തുന്നത്. ഒരു അന്യ പുരുഷന് ഒരിക്കലും വഴി പോകുന്ന ആള് ഈ വീട്ടിന്റെ ഉള്ളിൽ നടക്കുന്ന പെണ്ണിനെ ആരും അറിയില്ല. നമ്മളെ വീട്ടിലൊരു പെണ്ണുണ്ട് എന്നുള്ളത് റോട്ടുമ്മക്കൂടി പോകുന്ന ആണുങ്ങൾക്കൊന്നും അറിയില്ല. അവരെങ്ങനെയാ അറിയുന്നത്? ഒന്നുകിൽ നമ്മളെ സൗണ്ട് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു തരത്തിൽ അത് സംഭവിക്കുള്ളൂ. അല്ലാതെ വെറുതെ ഒരു അന്യ ആണ് റോട്ടുമ്മക്കൂടി പോകുന്നതാണ് വീട്ടിലേക്ക് കയറി വന്നാണ്ട് അത് സിനയാവുന്നില്ല. നമ്മൾ രണ്ട് കൂട്ടരെടുത്തും ആ തിന്മയുടെ അംശം ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് സിനയായിട്ട് മാറുന്നത്. അവന്റെ ഉള്ളിൽ രോഗമുണ്ട്. അവന് പല സ്ഥലങ്ങളിൽ നിന്നും ഈ പുരുഷന്മാര് പിന്നെ എന്തുകൊണ്ടാണ് നമ്മള് മുന്നിലേക്ക് മാറിലേക്ക് നമ്മുടെ പിന്നെ വസ്ത്രത്തെ നീക്കിയിടണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താന്നുള്ളത് പുരുഷന്മാരെടുത്ത് മാത്രമായിട്ടൊന്ന് ചോദിച്ചു നോക്കണ്ടേ. അവര് ഒരു സ്ത്രീനെ നോക്കുമ്പം ആദ്യം നോക്കുന്നത് മാറിലേക്കായിരിക്കും. ആദ്യം നോക്കുന്നത് അവരെ കണ്ണു പോകുന്നത് മാറിലേക്കാണ്. നിങ്ങൾ ഏത് പുരുഷന്മാരുടെ അടുത്ത് പോയി ചോദിച്ചു നോക്കിയേ, അവരൊക്കെ കണ്ണ് ആദ്യം ചെല്ലുന്നത് മാറിലേക്കാണ്. അതറിയാതെ സംഭവിക്കുന്ന അവരെ അങ്ങനെ വെച്ചിട്ടുള്ളത്. അവരെ കണ്ണ് അങ്ങനെയാണ് അവർ വരിക. അവരുടെ കണ്ണ് ആദ്യം വന്ന് നിൽക്കുക. നമ്മുടെ മുഖത്തേക്കൊന്നുമല്ല അവരാദ്യം നോക്കുക, നമ്മുടെ മാറിലേക്കാണ് അവരെ കണ്ണ് പോവുക. അതുകൊണ്ടാണ് മാറിലേക്ക് തുണി താഴ്ത്തിയിടണമെന്ന് അള്ള കൽപ്പിച്ചത്. അള്ളാഹ്ക്ക് അറിയാലോ അള്ളാന്റെ സൃഷ്ടികൾ എങ്ങനെയാണെന്നുള്ളത്. എന്നാല് ഏറ്റവും അധികം സ്ത്രീകള് മാറി മറയ്ക്കാതെയാണ് നടക്കുക. തലക്കെ കെട്ടിച്ചിട്ടിട്ടുണ്ടാവും, പക്ഷെ മാറിലേക്ക് അവളെ തുണി ഇറങ്ങൂല. ഇത് അള്ള പറഞ്ഞു തന്നതാണ്. അള്ള പറഞ്ഞു തന്നത് നിങ്ങൾ അതുമായിട്ട് കേട്ടാ മതി. അള്ള പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾ നിങ്ങളുടെ മാറിലേക്ക് തുണി താഴ്ത്തിയിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വലിയ ഹിക്മത്തുണ്ട്. ഒരു വലിയ ഹിക്മത്ത് അതിന്റെ പിന്നിലുള്ളത് കൊണ്ടാണ് അള്ള അത് പറഞ്ഞത്. ആ ഹിക്മത്തിനെ ദുനിയാവിൽ ഒരാൾക്കും ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. കാരണം അത് അള്ളാഹ്ന്റെ സൃഷ്ടിപ്പ് എന്താണെന്ന് അള്ളാഹ്ക്ക് അറിയാം. അതുകൊണ്ടാണ് സ്ത്രീകളോട് അങ്ങനെ പറഞ്ഞത്. അതുപോലെ കാല് അടിച്ച് നടക്കരുത്, കാലില് പാദസരട്ട് അതിന്റെ ശബ്ദം കേൾപ്പിച്ച് നിങ്ങൾ നടക്കരുത്. പുരുഷന്മാരിൽ ആഗ്രഹം ജനിക്കും, അവര് നോക്കും നമ്മളെ കാലിന്റെ ശബ്ദം, കാലിലെ പാദസരത്തിന്റെ കിലുക്കം കേട്ട അവര് നോക്കും. സുഗന്ധം പൂശി നടന്ന് പുരുഷന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് സുഗന്ധമാണെന്നാണ്. പുരുഷന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് സുഗന്ധമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സുഗന്ധം പൂശുമ്പോൾ ഒരിക്കലും അവരെ ആകർഷിക്കുന്ന രീതിയിൽ സുഗന്ധം പൂശാൻ പാടില്ല. നമ്മുടെ ശരീരത്തിനാണ് സുഗന്ധം വേണ്ടത്. നമ്മുടെ ശരീരത്തിന് വേണം. നമ്മുടെയൊക്കെ ഒരു ഇജ്ജത്തുണ്ട്. നമ്മളെ വേർപ്പ് നാറി വൃത്തികെട്ട മണത്തിലൂടെ നമ്മൾ നടക്കാൻ നമ്മൾക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യേണ്ടത്. അല്ലാതെ നാട്ടുകാർക്ക് മണപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്പ്രേ മുഴുവനും അടിച്ചിട്ട് പുറത്തിറങ്ങി നടക്കുക. എല്ലാ ആണുങ്ങളും വഴി കൂടെ പോകുന്ന ആണുങ്ങളൊക്കെ മണം കേട്ടിട്ട് അവരിങ്ങനെ നോക്കും ആരാ പോയതെന്ന്. അത് അപ്പുറത്തെ ആ വഴി കൂടി പോയത് അപ്പുറത്തെ വീട്ടിലെ സീനത്താണ്. അവൾക്കാണ് ഈ സ്പ്രേ ഉള്ളത്. ഈ സ്പ്രേ അവളാണ് അടിക്കുന്നത്. അവനക്കറിയാം സീനത്താണ് ഇതിൽ കൂടെ പോയത്. സീനത്ത് മുഖം മറച്ചാലും സീനത്തിന്റെ സ്പ്രേന്റെ മണം അവനക്കറിയാം. ഇത് നമ്മളാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മളെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ നോക്കേണ്ടത്. നമുക്ക് അള്ള പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന വഴികളൊക്കെ ഉണ്ടിട്ടാ ദുനിയാവിലിതാ ഇങ്ങനെ ഇബ്ലീസ് ഇങ്ങനെയൊക്കെ വഴി കൂടിയൊക്കെ ഉണ്ടിട്ടോ, നീ ശ്രദ്ധിച്ചോ എന്ന് അള്ള നമ്മളോട് പറയുന്നുണ്ട്. നമ്മളത് അനുസരിക്കാതിരുന്നിട്ട് പിന്നെ പോയിട്ട് വീണിട്ട് കൈയും കാലിട്ട് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അള്ളാഹ്ക്ക് തരാനുള്ളത് എന്താണ്? നമുക്ക് പാപമോചനം തരാമെന്നുള്ളതല്ലാതെ അതിന്റെ പിന്നാലുണ്ടായ ആ ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ, ആ പ്രശ്നം നമ്മൾ തന്നെ സോൾവ് ചെയ്യേണ്ടി വരും. അത് കുടുംബജീവിതത്തിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഹൃദയത്തിലാണെന്നുണ്ടെങ്കിലും നമ്മൾ അനുഭവിച്ചു വരുന്ന പ്രയാസങ്ങളാണെങ്കിലും നമ്മൾ തന്നെ അത്
ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അള്ളാഹ്ക്ക് നമുക്ക് പുറത്തു തരാൻ പറ്റും എന്നുള്ളതല്ലാതെ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ തിന്മന്റെ അംശം ഉണ്ടല്ലോ, അത് നീക്കിക്കളയാൻ നമ്മൾ തന്നെ പരിശ്രമിക്കണം. നമ്മൾ തന്നെ അത് നോക്കണം. നമ്മൾ തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മളെ മക്കളടുത്തൊക്കെ ആദ്യം പറയേണ്ടത് മാറിൽക്ക് തുണി താഴ്ത്തിയിട്ടിട്ട് നടന്നാ മതി എന്നുള്ളതാണ്. അത് എങ്ങോട്ട് പോവുകയാണെങ്കിലും അത് അവർക്ക് അത് മനസ്സിലാവില്ല. കാരണം കുട്ടികൾ വിവാഹം കഴിയാത്ത മക്കളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഭവിഷ്യത്ത് എന്താന്ന് അവർക്ക് മനസ്സിലാവില്ല. പക്ഷെ വീട്ടിലിരിക്കുന്ന ഉമ്മാക്ക് അറിയണം അതെന്താണ് ഭവിഷ്യത്ത് എന്നുള്ളത്. പക്ഷെ നമ്മളെ വീട്ടിലെ ഒട്ടുമിക്ക സ്ത്രീകൾക്കും അത് പറഞ്ഞു കൊടുക്കാനുള്ള അറിവുമില്ല, കഴിവുമില്ല. അവരിന്നും അറിഞ്ഞിട്ടില്ല എന്താണ് പുരുഷന്മാരെ എവിടേക്കാണ് നോക്കുക എന്നുള്ളത്. ഇന്നും അറിയാത്ത എത്രയോ സ്ത്രീകളുണ്ട്. നിങ്ങളെ ഭർത്താക്കന്മാരുടെ അടുത്ത് ഒന്ന് ചോദിച്ചു നോക്കണ്ടേ, അവര് ഒരു സ്ത്രീനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യം എവിടേക്കാ നോക്കുക എന്നുള്ളത്. ഇതുകൊണ്ടാണ് അള്ളാഹ് കൽപ്പിച്ചത് അത്. അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ വരേണ്ട ഒരു മാന്യമായിട്ടുള്ള സ്വഭാവവിശേഷങ്ങളാണ്. സ്ത്രീകള് പുറത്തിറങ്ങുമ്പം അലങ്കാരങ്ങൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അലങ്കാരങ്ങൾ മറ്റൊരാളെ കാണിക്കാൻ വേണ്ടിയിട്ടാവരുത് അലങ്കാരങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾ വീടുകളിൽ എന്ത് ചെയ്യുക, അടങ്ങി ഒതുങ്ങി കഴിയുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും. എനിക്കറിയുന്ന ഒരാള് എൻ്റെ മുമ്പ് ഒരിക്കൽ പറഞ്ഞതാ, ഭർത്താവുമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഭർത്താവിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. അങ്ങനെ ഭർത്താവിനെ കാണാൻ വേണ്ടിയിട്ട് വന്ന കൂട്ടുകാരനാണ്. കൂട്ടുകാരൻ ഭർത്താവിനെ കാണാൻ വന്നതാണ്. പിന്നെ ഭർത്താവിന്റെ അസുഖത്തിനെ പറ്റി ചോദിച്ചറിഞ്ഞുകൊണ്ട് ഫോൺ ചെയ്യും. പിന്നെ 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 അത് സിനയുടെ വഴിയിലേക്ക് പോയി. ആ പെണ്ണിന് മക്കളും ഒക്കെ ഉണ്ട്. സംഭവിച്ചു പോയി. എന്താ ചെയ്യണ്ടെന്ന് ചോദിച്ചിട്ട് വിളിക്കുന്നു. എന്താ അതിന് ഉത്തരം കൊടുക്കേണ്ടത്? എവിടെയാണ് തെറ്റ് പറ്റിയത്? അവള് സംസാരിക്കാൻ പാടുണ്ടായിരുന്നോ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ തന്നെ ശ്രദ്ധിച്ചാല് നമുക്ക് ഹൈറാണ്. കുടുംബജീവിതത്തില് ഇബ്ലീസ് വരും, ഉറപ്പാണ്. നല്ലൊരു കുടുംബജീവിതമാണെങ്കിൽ ഉറപ്പായിട്ട് അവിടെ വന്നിട്ട് ഇബ്ലീസ് ഒന്ന് ഇളക്കി നോക്കും. അവനെ ഇളക്കി നോക്കും, അവളെ ഇളക്കി നോക്കും. വീണ് പോയതാണ്. പിന്നെ അത് തിരിച്ചു മടങ്ങുമൊന്നുമില്ല. നമുക്കൊരു ഭർത്താവിനുള്ള അവിശ്വാസം, അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയിലുള്ള അവിശ്വാസം ഒരു കാലത്തും പോകൂല. ഒരു പ്രാവശ്യം അവിശ്വാസം വന്നു കഴിഞ്ഞാല് ഒരു പുരുഷനും അത് മനസ്സിൽ നിന്ന് പോകൂല, ഒരു സ്ത്രീക്കും അത് മനസ്സിൽ നിന്ന് പോകൂല. തന്റെ ഭർത്താവിന്റെ തിന്മ ഇടക്കിടക്ക് അവളെ ട്രിഗർ ചെയ്യും, അവനെയും ട്രിഗർ ചെയ്യും. ജീവിതകാലം മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വിവാഹബന്ധമായിട്ട് അത് മാറുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അജ്ഞാന കാലത്തുള്ള പോലത്തെ സൗന്ദര്യ പ്രകടനം നടത്തി നിങ്ങൾ ഭൂമിയിലൂടെ നടക്കരുത് എന്നാണ്. അജ്ഞാന കാലത്ത് അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്നെന്താണ്, നമ്മൾക്ക് ഇസ്സത്തുള്ള ഇൽമുണ്ട്, ഇസ്സത്തുള്ള ദീനുണ്ട്, ഇസ്സത്തുള്ള പ്രൊട്ടക്ഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതില് നമ്മൾ എന്ത് ചെയ്യുക, ഇനിയും അതിൽ നിന്ന് പുറത്തു പോയിട്ട് നമ്മൾ ഈ ചെന്നായ്ക്കൾ നടക്കുന്ന വഴികളിലൂടെ പോയിട്ട് അള്ളാഹ് എന്നെ ചെന്നായി ഇത പിടിക്കാൻ വരണെന്ന് പറഞ്ഞിട്ട് പിടിച്ച് ഓടിയിട്ട് കാര്യമില്ല. ചെന്നായിക്ക് കാണിച്ചു കൊടുത്തത് നമ്മൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ ആ കാണിച്ചു കൊടുത്ത അതിന്റെ ഒരു ദുൽമുണ്ടല്ലോ, ആ ദുൽമ ഒരിക്കലും നമ്മളിൽ നിന്ന് വിട്ടുമാറൂല. നമ്മുടെ ആ ഉള്ളിൽ വന്ന ആ കറ ഉണ്ടല്ലോ, ആ കറ പോയി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അനുഭവിച്ചവർക്ക് അറിയുന്നുണ്ടാവും. ഈ ഈ പ്രണയം ഇതിലൊക്കെ വീണ് പോയി കഴിഞ്ഞാല് അതിൽ നിന്ന് മനസ്സ് പുറത്തു വരിക എന്ന് പറയുന്നത് വളരെ പ്രയറാണ്. അതുകൊണ്ടാണ് ഈ മക്കള് പ്രണയബന്ധത്തിലൊക്കെ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര കൗൺസിലിങ്ങിന് കൊണ്ടായാലും അവരവസാനം പറഞ്ഞു തരില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിട്ടുകൊടുത്തേക്ക്, ഒന്ന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത് നല്ലത്. 5-6 മാസത്തിനുള്ളിൽ നല്ല രീതിയിൽ അവർ പോയി കഴിഞ്ഞാൽ അവർ പോകും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ മോളുകളിലേക്ക് തിരിച്ചു വന്നോളും, അല്ലെങ്കിൽ മോനുകളിലേക്ക് തിരിച്ചു വന്നോളും. കാരണം വേറെ ഒന്നും ചെയ്യാനില്ല അതിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇബ്ലീസ് പിടിമുറുക്കി കഴിഞ്ഞാല്, ഹൃദയത്തിനെ പിടിമുറുക്കി കഴിഞ്ഞാല് ശാരീരിക ബന്ധത്തിൽ കൊണ്ടുപോയി എത്തിച്ചിട്ടല്ലാതെ ഇബ്ലീസ് അതിൽ നിന്ന് നമ്മളെ വിട്ടു മാറ്റൂല. ശാരീരിക ബന്ധത്തിൽ എത്തിച്ചിട്ടല്ലാതെ ഇബ്ലീസ് നമ്മൾ അതിൽ നിന്ന് വിട്ടുമാറ്റില്ല. അത് ഏത് ആണിനായാലും പെണ്ണിനായാലും. അതിനു വേണ്ടിയിട്ടാണ് അത് ഉണ്ടാവുന്നത്. വിവാഹത്തിന് മുമ്പ് അല്ലെങ്കിൽ വിവാഹമേതര ബന്ധം നടക്കുന്നതിന്റെ ആ പ്രണയബന്ധം എന്ന് പറയുന്നത് ശാരീരിക ബന്ധത്തിന് വേണ്ടിയിട്ടുള്ള പ്രണയമാണത്.
അതിനാണ് അത് നടക്കുന്നത്. വിവാഹത്തിന് ശേഷം നടക്കുന്ന ഹൃദയബന്ധം എന്ന് പറയുന്നത് അത് ശാരീരിക ബന്ധത്തിന് ശേഷം വരുന്ന ഹൃദയബന്ധമാണ്. അത് ഒരിക്കലും പോകൂല നമ്മുടെ ഹൃദയത്തിൽ നിന്ന്. അതുകൊണ്ടാണ് ഒന്നും അറിയാത്ത ആണും പെണ്ണും, പണ്ട് കാലങ്ങളിലൊക്കെ വിവാഹം കഴിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, ഒന്നും അറിയാത്ത ആണും പെണ്ണും ആയിരിക്കും വിവാഹം കഴിക്കുന്നത്. അവര് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കിടയിൽ ഉണ്ടാകുന്ന സ്നേഹബന്ധം, അതാണ് മവദ്ദത്ത് റഹ്മത്ത് എന്ന് പറയുന്നത്. അത് നമ്മൾ വിവാഹത്തിന് മുമ്പ് നമ്മൾ അത് നേടിയാല് വിവാഹത്തോട് കൂടിയിട്ട് അത് അവസാനിക്കുകയും ചെയ്യും. വിവാഹം നടക്കുന്ന ആ ദിവസം അത് അവസാനിക്കും. കാരണം നമ്മൾ ചെയ്തത് എന്താ? സിനയാണ്. സിനയിലൂടെ ഒരു നന്മ ഉണ്ടാക്കാൻ നോക്കിയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സിന കഴിഞ്ഞു കഴിഞ്ഞാൽ ഇബ്ലീസ് എന്താക്കും? നമ്മളിൽ നിന്ന് വിട്ടുമാറും. പിന്നെ നമ്മൾ റിയാലിറ്റിയാണ്. റിയാലിറ്റിയിൽ എങ്ങനെയായിരിക്കും? അവന്റെ സ്വഭാവം എന്താന്ന് അവൾക്കും അറിയും, അവളുടെ സ്വഭാവം എന്താന്ന് അവനക്കും അറിയും. രണ്ടുപേർക്കും തൃപ്തിപ്പെടാത്ത സ്വഭാവവിശേഷമായിരിക്കും അത്. അതുവരെ കണ്ടത് മുഴുവൻ എന്താണ്? അവള് നല്ല സൗന്ദര്യമുണ്ട്, അല്ലെങ്കിൽ അവനക്ക് നല്ല സൗന്ദര്യമുണ്ട്, രണ്ടുപേരും നല്ല ക്യാരക്ടറാണ്. ഇത് ഇബ്ലീസ് ഉണ്ടാക്കിയെടുത്തൊരു വ്യാമോഹമാണ്. എന്നാൽ വിവാഹം കഴിയുന്നതോട് കൂടിയിട്ട് എന്താക്കും? അള്ളാഹ് റിയാലിറ്റി കൊണ്ടുവരും. അതാണ് വിവാഹത്തിന് മുമ്പ് പിന്നെ പ്രണയമില്ലാത്ത, അതായത് ഒന്നും അറിയാത്ത ആണും പെണ്ണും തമ്മിൽ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കിടയിൽ മവദ്ദത്ത് റഹ്മത്തും വരുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അവർക്ക് എന്താ വരുന്നത്? അവർക്ക് പ്രണയം വരികയാണ്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഭംഗിയും സ്നേഹവും ഒക്കെയാണ് തോന്നുന്നത്. അത് കാലാകാലം നിലനിൽക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും വിവാഹത്തിന് മുമ്പ് ഒരു പ്രണയബന്ധത്തിലൊക്കെ ഏർപ്പെടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തില് അവനൊരു തോൽവിയാണ്, അല്ലെങ്കിൽ അവളൊരു തോൽവിയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും വിവാഹത്തിലൂടെ മാത്രം എല്ലാ നന്മകളും ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുക. അല്ലാതെ വിവാഹത്തിന് മുമ്പ് അത് ഉണ്ടാക്കിയെടുത്താല് നമ്മള് പിന്നീട് ഖേദിക്കേണ്ടി വരും. ആ ഖേദം എന്തായാലും വരും, വരാതിരിക്കൂല. ഒരു തിന്മ നടന്നു കഴിഞ്ഞാല് അതിനുശേഷം ഒരു ഖേദം വരണം. അതാണ് തിന്മ. ആ ഖേദം വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിന് അഡ്ജസ്റ്റ്മെന്റിൽ പോകലാണ്. വിവാഹം എന്ന് പറയുന്നത് പിന്നീട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം എല്ലാ മക്കൾക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, പിന്നെ ഒരിക്കലും എന്ത് ചെയ്യരുത്? നമ്മുടെ ശരീരത്തിന്റെ സൗന്ദര്യം മറ്റൊരാൾക്ക് കാണുന്ന രീതിയിൽ പുറത്തിറങ്ങി നടക്കരുത്. അത് അള്ളാഹ് കൽപ്പിച്ചതല്ല, അള്ളാഹ് വിരോധിച്ചൊരു കാര്യമാണ്. അത് ഒരു കുടുംബജീവിതത്തിന്റെ അച്ചടക്കത്തിനും കെട്ടുറപ്പിനും വേണ്ടിയിട്ട് അള്ളാഹ് വെച്ചൊരു കാര്യമാണ്. അത് നിലനിർത്താൻ എല്ലാവരും പരിശ്രമിക്കുക. ഓക്കെ. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ബാക്കി എടുക്കാം. ഇനി വേഗത്തിൽ പോകും. ഇനിയുള്ളതൊക്കെ നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കഥകൾ ഇടയിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അത് പറഞ്ഞു തന്നത്. ഇൻഷാ അല്ലാഹ് ജസാക്കുമുല്ലാഹ് ഖൈർ. അല്ലാഹുമ്മ ബാരിക്. എല്ലാവരും അവനവരുടെ ജീവിതത്തെ ഏറ്റവും നല്ല കെട്ടുറപ്പിൽ കൊണ്ടുപോകാൻ പരിശ്രമിക്കുക. മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്താ സംഭവിക്കാൻ പോവുക എന്നുള്ളത്. കാരണം പല പെൺകുട്ടികളും ഇന്ന് പ്രണയത്തിലാണ്. എന്താണ് അതിന്റെ തെറ്റെന്ന് അവർക്കും അറിയില്ല, അത് പറഞ്ഞു കൊടുക്കാനും ഉമ്മമാർക്കും അറിയില്ല, വാപ്പമാർക്കും അറിയില്ല. അത് വിവാഹത്തോട് കൂടിയിട്ട് അത് അവസാനിക്കും, ആ പ്രണയം. അതിനുശേഷം റിയാലിറ്റി ആയിരിക്കും. അത് അവര് അനുഭവിച്ചു പോകുമെന്ന് മാത്രം. ഓക്കെ. الحمد لله رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. ربي هب لي من الصالحين. ربي هب لي من لدنك ذرية طيبة إنك سميع الدعاء. يا غني الله غنيني بفضلك من سواك. ربي انزلني منزلا مباركا أنت خير المنزلين. اللهم يسر ولا تعسر وتمم بالخير. ربي إني لما أنزلت لي من خير فقير. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان الله الحمد لله لا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله. اللهم اغفر لي وارحمني واجبرني وارفعني وارزقني وعدني وعافني آمين يا رب العالمين. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. ربي إني لما أنزلت لي من خير فقير. ربنا آتنا من لدنك رحمة وهب لنا من أمرنا رشدا. رب اشرح لي صدري ويسر لي أمري آمين يا رب العالمين. آمين 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 برحمتك يا أرحم الراحمين. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا. آمين يا رب العالمين. അള്ളാഹു നിങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും പൂർത്തീകരിച്ച് തരണമേ. ഈ മജ്ലിസിനെ നീ തൃപ്തിപ്പെട്ട് സ്വീകരിക്കണമേ. ഞങ്ങളെയും ഞങ്ങളെ മാതാപിതാക്കളെയും ഞങ്ങളെ ഇണകളെയും ഞങ്ങളെ സന്തതി പരമ്പരകളെയും ഞങ്ങളെ സ്നേഹിക്കുന്ന
ഞങ്ങൾ സ്നേഹിക്കുന്ന എല്ലാവരെയും അള്ളാഹുവെ, ഞങ്ങളെ സഹോദരങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയവർക്കും അള്ളാഹുവെ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരും. സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിലായാലും നിന്നെ കൺകുളിർക്ക് കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, ഞങ്ങളുടെ ആവശ്യക്കാരുടെ എല്ലാ ആവശ്യങ്ങളും നീ പൂർത്തീകരിച്ച് തരണമേ. അള്ളാഹുവെ, ഞങ്ങൾക്കും അവർക്കും അള്ളാഹുവെ എല്ലാ പ്രയാസങ്ങളും നീക്കി തരണമേ. മാറാരോഗങ്ങളുണ്ട്, അസുഖങ്ങളുണ്ട്, പ്രയാസപ്പെടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കണമേ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് സ്വാലിഹായ മക്കളെയും നൽകി അനുഗ്രഹിക്കണമേ. ഇണകളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് സ്വാലിഹീങ്ങളായ ഇണകളെ നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അല്ലാഹുവേ, കടം കൊണ്ട് വലയുന്നവരുടെ എല്ലാ കടങ്ങളും നീ വീട്ടി കൊടുക്കണമേ. വീടില്ലാതെ ഭവനങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഉത്തമമായ ഭവനങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. ജീവിതമാർഗങ്ങൾ അല്ലാഹു, കച്ചവടങ്ങൾ അല്ലാഹു റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ജീവിതമാർഗങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഉത്തമമായ ജീവിതമാർഗങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അല്ലാഹു, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീക്കി കൊടുക്കണമേ. കുടുംബജീവിതങ്ങളിൽ പ്രയാസപ്പെടുന്നവർക്ക് ഉത്തമമായ കുടുംബജീവിതങ്ങളാക്കി അനുഗ്രഹിക്കണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Assalamu alaikum. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.